നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വി എസിനെയും പാർട്ടിയെയും തൃപ്തിപ്പെടുത്തി കേന്ദ്ര കമ്മിറ്റി. അച്ചടക്ക ലംഘനത്തിന് വി എസിനുള്ള ശിക്ഷ താക്കീതിൽ ഒതുക്കി. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയില്ല. സംസ്ഥാന സമിതിയുടെ വരുതിയിലാക്കി. വി എസ് പറയേണ്ടത് കമ്മിറ്റിയിലാണ്, പുറത്തല്ലെന്ന് സീതാറാം യെച്ചൂരി. ഇ പിയോടും ശ്രീമതിയോടും കേന്ദ്ര കമ്മിറ്റി വിട്ടുവീഴ്ചയ്ക്കില്ല. സ്വജന പക്ഷപാതം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമെന്ന് യെച്ചൂരി. അവധി സമരമെന്ന സമ്മർദ്ദ തന്ത്രമൊരുക്കി സർക്കാരിനെതിരെ IAS അസോസിയേഷൻ. വിജിലൻസ് ഡയറക്ടർക്കെതിരായ നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്കില്ല. കൂട്ട അവധിക്ക് 60-ലധികം ഉദ്യോഗസ്ഥർ അപേക്ഷ നൽകി. മുഖ്യമന്ത്രിയുമായി നിർണായക കൂടിക്കാഴ്ച നാളെ രാവിലെ. ഭരണസ്തംഭനം ആരോപിച്ച് ചെന്നിത്തല. മോദിയെ പ്രശംസിച്ചും രാഹുലിനെ വിമർശിച്ചും ജെയ്റ്റ്ലി. നോട്ട് നിരോധനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികൾ പരിഹരിച്ചുവെന്ന് കേന്ദ്ര ധനമന്ത്രി. രാഹുലിന്റെ ശ്രമം പാർലമെന്റ് തടസ്സപ്പെടുത്താനെന്നും ജെയ്റ്റ്ലി. നോട്ട് അസാധുവാക്കലിൽ RBI ഗവർണറോട് 10 ചോദ്യങ്ങളുമായി പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റി. ഡിജിറ്റൽ ഇടപാടുകൾക്ക് വൻ തിരിച്ചടി. പെട്രോൾ പമ്പുകളിൽ നാളെ മുതൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ സ്വീകരിക്കില്ല. ലെവി ചുമത്തിയ ബാങ്കുകളുടെ നടപടിക്കെതിരെ പമ്പ് ഉടമകൾ. പോര് തീരാതെ സമാജ്വാദി പാർട്ടി. നിലപാടിലുറച്ച് മുലായം സിംഗ് യാദവ്. ദേശീയ അധ്യക്ഷൻ താനെന്നും സംസ്ഥാന അധ്യക്ഷൻ ശിവ്പാൽ യാദവ് എന്നും അവകാശവാദം. പാർട്ടി പുറത്താക്കിയ രാംപാൽ യാദവിനെ യോഗം വിളിക്കാൻ അധികാരമില്ലെന്നും മുലായം. അനധികൃത റിക്രൂട്ടിംഗ് ഏജൻസികളെ തടയുമെന്ന് പ്രധാനമന്ത്രി. പ്രവാസികളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ സജീവമായി ഇടപെടും. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫസ് ലോറൻസ് ഉൾപ്പെടെ 4 പേർക്ക് CBI കുറ്റപത്രം. VS പ്രശ്നം പരിഹരിച്ച് CPIM. പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന് VS അച്യുതാനന്ദന് CPIM കേന്ദ്ര കമ്മിറ്റിയുടെ താക്കീത്. PB കമ്മീഷൻ നടപടി അവസാനിപ്പിച്ച് കേന്ദ്ര കമ്മിറ്റി VSനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാക്കി. സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം പ്രായപരിധി ചൂണ്ടിക്കാട്ടി തള്ളി. സീതാറാം യെച്ചൂരിയുടെ ഇടപെടലാണ് VSനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാക്കിയത്. 3 വർഷം നീണ്ട നടപടികൾക്കൊടുവിലാണ് PB കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണനയ്ക്കെത്തിയതും തീരുമാനമെടുത്തതും. പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന് VSനെ കേന്ദ്ര കമ്മിറ്റി താക്കീത് ചെയ്തു. സംഘടനാ തത്വങ്ങളും പാർട്ടി അച്ചടക്കവും പാലിക്കണമെന്ന് VSനോട് കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് PB കമ്മീഷൻ കണ്ടെത്തിയിട്ടും പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷകളിലൊന്നാണ് VSന് നൽകിയത്. 1962-ൽ ചൈന യുദ്ധകാലത്ത് ഇന്ത്യൻ സൈനികർക്ക് രക്തം നൽകണമെന്ന് ആഹ്വാനം നൽകിയതിനായിരുന്നു VS ആദ്യമായി പാർട്ടി നടപടി നേരിട്ടത്. പിന്നീട് 9 തവണ നടപടിക്ക് വിധേയനായി. PBയിൽ നിന്നുള്ള സസ്പെൻഷൻ, PBയിൽ നിന്ന് പുറത്താക്കൽ, പരസ്യശാസന തുടങ്ങി പാർട്ടിയിലെ എല്ലാ തരത്തിലുള്ള നടപടികൾക്കും വിധേയനായ നേതാവ് കൂടിയാണ് VS. നടപടിയെടുത്തെങ്കിലും കഴിഞ്ഞ കുറെ കാലമായി ഘടകമില്ലാതിരുന്ന VSനെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതിൽ യെച്ചൂരിയുടെ ഇടപെടൽ നിർണായകമായി. പ്രത്യേക ക്ഷണിതാവായതോടെ VSന് സംസ്ഥാന സമിതിയിൽ തന്റെ നിലപാടുകൾ വിശദീകരിക്കാം. എന്നാൽ വോട്ടവകാശം ഉണ്ടാകില്ല. പാർട്ടിയുടെ സ്ഥാപക നേതാവും പുതുതലമുറയ്ക്ക് പ്രചോദനവുമായ VSനെ ക്ഷണിതാവാക്കി എന്നായിരുന്നു സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം. VS Achyutanandan is an invitee to the Central Committee and he speaks in the Central Committee. VS Achyutanandan is an invitee to the State Committee. Henceforth, we told him when he asked us, what is my party forum? So we said, your party forum is the State Committee. You can articulate your views there, you can say what you want to say there. But State Committee is the place where you should say, not outside. സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണമെന്ന VSന്റെ ആവശ്യത്തെ സംസ്ഥാന ഘടകം കേന്ദ്ര കമ്മിറ്റിയിൽ എതിർത്തു. തുടർന്ന് പ്രായത്തിന്റെ സാങ്കേതിക തടസ്സമാണ് ന്യായീകരണമായി പാർട്ടി നിരത്തിയത്. ജെ സതീഷ് കുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ ഈ ചർച്ചയിൽ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ശ്രീ PM മനോജ്, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ് നേരിട്ട് പങ്കെടുക്കുന്നത്. അഡ്വക്കേറ്റ്, ആദ്യം ശ്രീ PM മനോജ്, 2 കാര്യങ്ങളാണ്. ഒന്ന്, VS അച്യുതാനന്ദന് താക്കീത്, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ്റെ നടപടി താക്കീതിൽ ഒതുങ്ങി. ഇതിലേത് നിലയിൽ അത് വായിച്ചെടുക്കാനാണ് PM മനോജ് ഇഷ്ടപ്പെടുന്നത്? ഒന്നാമത്തെ പ്രശ്നം.
രണ്ട്, സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായി വി എസിനെ ഉൾപ്പെടുത്തിയതോടെ പാർട്ടി അച്ചടക്കത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് വി എസ് അച്യുതാനന്ദൻ സംസ്ഥാന സമിതിയുടെ പരിധിക്കുള്ളിൽ വരുന്നു എന്ന ഒരു പ്രശ്നം കൂടി, എന്ന ഒരു പുതിയ സംഘടനാപരമായ സാഹചര്യം കൂടി രൂപപ്പെടുകയാണോ? ശ്രീ പി എം മനോജ്. ഇതിൽ നിങ്ങൾ ഈ വാർത്തയ്ക്കിടയിൽ ഇടയ്ക്ക് എഴുതി കാണിക്കുന്നത് പോലെ ഞാനും ഹാപ്പിയാണ്. കാരണം നമുക്ക് വലിയ തോതിലുള്ള ചർച്ചയ്ക്കൊന്നും ഇടയില്ലാത്ത രീതിയിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കമ്മീഷൻ, ആ കമ്മീഷൻ്റെ അന്വേഷണം പൂർത്തിയായിരിക്കുന്നു. ആ പൂർത്തിയായതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ആ നടപടി സഖാവ് വി എസ് അച്യുതാനന്ദനെ പാർട്ടിയിൽ നിന്ന് സെൻഷർ ചെയ്യുക എന്ന നടപടി അത് പരസ്യപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹവും അതിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വാഭാവികമായും പല ആളുകളും CPIMൻ്റെ ശത്രുക്കൾ പലരും പ്രതീക്ഷിക്കും ആ സഖാവ് വി എസിനെതിരെ ഒരു നടപടി വരുന്നു, വി എസ് കലാപക്കൊടി ഉയർത്തുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഭാഗീയത തലവെക്കുന്നു, വീണ്ടും അത് വലിയ തോതിലുള്ള ചർച്ചയ്ക്കിട നൽകുന്നു. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സ്വപ്നങ്ങൾക്കൊന്നും ഇട നൽകാതെ, അല്ലെങ്കിൽ അത്തരം സ്വപ്നക്കാർക്കൊന്നും സ്വപ്ന സാക്ഷാത്കരണത്തിന് ഇട നൽകാതെ പാർട്ടി കൃത്യമായി അതിൻ്റെ രാഷ്ട്രീയവുമായി, അതിൻ്റെ നയസമീപനവുമായി, അതിൻ്റെ സംഘടനാ രീതിയുമായി മുന്നോട്ട് പോകും എന്നതാണ് ഈ ഇന്നത്തെ തീരുമാനം, ഇന്ന് പുറത്തു വന്ന തീരുമാനത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് ഞാൻ സന്തുഷ്ടനാണ്. പാർട്ടിക്കെതിരെ കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നത് എന്നതിൽ. ശ്രീ പി എം മനോജ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ അടുത്ത കാലത്ത് നമ്മൾ പുലിമുരുകൻ ഇറങ്ങിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ മലയാളികൾ പറഞ്ഞിട്ടുള്ള, പലരും പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, പുലി പതുങ്ങുന്നത് ആക്രമണത്തിന് തയ്യാറെടുക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു വലിയ പരാമർശം ഇപ്പോഴുണ്ടല്ലോ. വി എസിൻ്റെ കാര്യത്തിൽ അച്ചടക്കം ലംഘിക്കുക, പാർട്ടി തീരുമാനം വരിക, അതിനെ വി എസ് ഉൾക്കൊള്ളുക, പിന്നീട് വി എസ് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ വി എസിൻ്റെ കാര്യം താക്കീതിൽ ഒതുക്കുന്നു, സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും വി എസ് പൂർണ്ണ തൃപ്തിയോടെ, ശ്രീ പി എം മനോജ് പറഞ്ഞതുപോലെ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വി എസ് ആയതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ കാണുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ പാർട്ടിയുടെയും വി എസിൻ്റെയും ശ്രീ മനോജിൻ്റെയും സന്തോഷത്തിൽ പങ്കുചേർന്നു. എനിക്കും സന്തോഷമുണ്ട്. ഈ പ്രശ്നങ്ങൾ ഈ രീതിയിലാണെങ്കിലും അവസാനിച്ചല്ലോ. ഇനി നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് വീണ്ടും ചർച്ചയ്ക്ക് വരണ്ടല്ലോ എന്നുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് പങ്കുവയ്ക്കുകയാണ്. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് മേൽഘടകം അന്വേഷിച്ചു. അത് തൊട്ട് താഴെയുള്ള ഘടകത്തിൽ ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ള നടപടികൾ ഒരു താക്കീതിൽ ഒതുക്കാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ശക്തമായ നടപടി എടുക്കുക, പിന്നെ അദ്ദേഹം റിവോൾട്ട് ചെയ്യുക. പിന്നെ മനോജ് ഇവിടെ സൂചിപ്പിച്ച പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ താറടിച്ച് കാണിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ സന്തോഷം പകരുന്ന ഒരു രീതിയിലേക്ക് പോവുക. അനാവശ്യമായിട്ട് മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങളൊക്കെ മുഖപ്രസംഗം എഴുതുക. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളൊക്കെ ഒഴിവാക്കി. മാത്രവുമല്ല, അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ഒരു ഘടകവും കൊടുത്തു. അത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അദ്ദേഹം ക്ഷണിതാവായിട്ട് വിളിച്ചിരിക്കുന്നു. ഇവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ക്ഷണിച്ചാൽ മതി, ക്ഷണിച്ചാൽ അദ്ദേഹം പോയാൽ മതി, അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി. അതൊന്നും വലിയ കാര്യമല്ല. വി എസിനെ പോലെ വലിയൊരു നേതാവിനെ സംബന്ധിച്ചുള്ള അത് ഏത് ഘടകത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള പ്രധാനമല്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുകയോ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരുത്തുകയോ ചെയ്യുന്ന അതൊന്നും കാര്യമില്ല. കാരണം വി എസ് ആണ്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലിരുന്നാലും വി എസ് ആണ്, ബ്രാഞ്ച് കമ്മിറ്റിയിലിരുന്നാലും വി എസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള അച്ചടക്കവും മറ്റു കാര്യങ്ങളും ഒന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചിലവാകുകയില്ല. അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ച് ഇനി പ്രവർത്തിക്കും. അദ്ദേഹത്തിന് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇപ്പോഴും അദ്ദേഹം അത് ചെയ്യുന്നുണ്ടല്ലോ. സമീപകാലത്ത് പോലും പല കാര്യങ്ങളിലും അദ്ദേഹം ഇങ്ങനെയുള്ള നടപടികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ചിലതൊക്കെ പാർട്ടിക്ക് രസിച്ചില്ലെന്ന് വരും, പാർട്ടിക്ക് രുചിച്ചില്ലെന്ന് വരും, ചിലപ്പോഴൊക്കെ അച്ചടക്ക നടപടി എടുത്തെന്ന് വരും. അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല, പാർട്ടിക്കും വലിയ പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ രീതിയിൽ പ്രവർത്തിക്കും, പാർട്ടിയുടേതായ രീതിയിൽ മുന്നോട്ട് പോകും. അത് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നത് ഈ വിഷയം താൽക്കാലികമായിട്ടാണെങ്കിലും അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. ഇനിയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാതെ അത് പറയുമ്പോഴും വലിയ സന്തോഷം പങ്കുവെക്കുമ്പോഴും താൽക്കാലികമായിട്ടാണെങ്കിലും എന്ന് താങ്കൾക്ക് പറയേണ്ടി വരുന്നു. വി എസ് ആയതുകൊണ്ട് തന്നെ ഏത് കമ്മിറ്റിയിലിരുന്നാലും വി എസ് സ്വതന്ത്രമായി വിമർശന ശൈലിയുമായി മുന്നോട്ട് പോകും എന്ന ഒരു സൂചന താങ്കളുടെ വാക്കുകളിലുണ്ട്. രണ്ട്, ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സീതാറാം യെച്ചൂരി തന്നെ പറഞ്ഞത് അഭിപ്രായം പറയേണ്ടത് വി എസ് പാർട്ടിയിലാണ്, പാർട്ടി കമ്മിറ്റിയിലാണ്, പാർട്ടിക്ക് പുറത്തല്ല, കമ്മിറ്റിക്ക് പുറത്തല്ല എന്ന് രാജ്യത്തെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെക്കുറിച്ച് യെച്ചൂരിക്ക് പറയേണ്ടി വരുന്നു, ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണോ താൽക്കാലികമായെങ്കിലും പ്രശ്നം പരിഹരിക്കാനായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്? അല്ല, ശ്രീ വി എസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹം അങ്ങനെ
ഒരു ശക്തമായ നിലപാടുകളുള്ള ഒരു വ്യക്തിയാണ്. പാർട്ടി അച്ചടക്കം എന്നൊക്കെ പറയുമ്പോൾ അത് പാലിക്കുന്നതിന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതികളുണ്ട്, നമുക്കറിയാം. അദ്ദേഹം പലപ്പോഴും ആ അച്ചടക്കം ലംഘിച്ചിട്ടുള്ള ആളാണ്. പല നടപടികൾക്കും അദ്ദേഹം വിധേയനായിട്ടുള്ള ആളാണ്. നമുക്കറിയാലോ, ഒരിക്കൽ അദ്ദേഹത്തോട് പരസ്യമായിട്ട് പാർട്ടി മാപ്പ് പറയാൻ പറഞ്ഞു. അദ്ദേഹം മാപ്പ് പറഞ്ഞ രീതി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതായത് പിണറായി വിജയനെ ഡാങ്കിയോട് ഉപമിച്ച തെറ്റായിപ്പോയി, വേറെ ആരോടെങ്കിലുമാണ് ഉപമിക്കേണ്ടിയിരുന്നത്. ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ മറ്റേ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം പോയത് തെറ്റായിപ്പോയി, വേറെ ഏതെങ്കിലും ദിവസമാണ് പോയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. 51 വെട്ടേറ്റ് മരിച്ച ധീര രക്തസാക്ഷി ചന്ദ്രശേഖരൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി, ഓർക്കുന്നില്ലേ? അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ അത് ഇന്നോ ഇന്നലോ തുടങ്ങിയതല്ലല്ലോ, എത്രയോ കൊല്ലമായിട്ടുള്ള EMS നമ്പൂതിരിപ്പാടിനെ വിജയകരമായി വെല്ലുവിളിച്ച വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പേര് എനിക്ക് പറയാൻ പറ്റുമോ? EMSൻ്റെ അപ്രീതിക്ക് പ്രാതരീഭൂതരായ എല്ലാവരും പാർട്ടിക്ക് പുറത്തു പോയി എന്നാണ് ചരിത്രം. ഞാൻ പാർട്ടിയെ മോശപ്പെടുത്താൻ വേണ്ടി പറയല്ല. അങ്ങനെ പാർട്ടിക്ക് പുറത്തു പോയ എത്രയോ നേതാക്കന്മാരുണ്ട്. പി ഗംഗാധരനുണ്ട്, AV ആര്യനുണ്ട്, പഴയ ഉദാഹരണങ്ങളാണ്. പിന്നീട് ചാത്തുണ്ണി മാസ്റ്ററുണ്ട്, ഗൗരിയമ്മയുണ്ട്, ഇവരൊക്കെ MV രാഘവനുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ പാർട്ടിക്ക് പുറത്തു പോവുകയാണ് ചെയ്തത്. പക്ഷേ VS അച്യുതാനന്ദൻ മാത്രമാണ് ഈ പാർട്ടിക്കകത്ത് EMS നമ്പൂതിരിപ്പാടിനെ പോലും വെല്ലുവിളിച്ചു നിന്ന ആളാണ്. ഞാൻ പറഞ്ഞത് ചെറിയ ഒരു പ്രതിഭാസമല്ല VS. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതികൾ നമുക്കറിയാം. ഞാനിപ്പോൾ ഇനി അദ്ദേഹം അച്ചടക്കം ലംഘിക്കുമെന്ന് പ്രവചിക്കല്ല, അങ്ങനെ ഒരു പ്രവചനത്തിൽ പ്രസക്തിയില്ല. പക്ഷേ VS ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കേണ്ടി വരും. അതിപ്പോൾ അതൊരു പാർട്ടിയെ മോശപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ തന്നെ VS എന്ന് പറഞ്ഞ ഒരു വലിയ നേതാവാണ്, ചെറിയ ആളല്ല. VSനെ കാസ്ട്രോയോടാണ് നമ്മുടെ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ ഉപമിച്ചത്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അതേ ജനറൽ സെക്രട്ടറിയാണ്, കാസ്ട്രോയോട് ഉപമിച്ച അതേ ജനറൽ സെക്രട്ടറി തന്നെയാണ് ഇന്ന് പറഞ്ഞത് VS അഭിപ്രായങ്ങൾ പറയേണ്ടത് പാർട്ടി കമ്മിറ്റിയിലാണ്, അല്ലാതെ പാർട്ടി കമ്മിറ്റികൾക്ക് പുറത്തല്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യം. ശ്രീ PM മനോജ്, ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ താങ്കളും ഏതായാലും ഞങ്ങൾ എഴുതി കാണിച്ച പാർട്ടിയും VSും ഹാപ്പിയാണ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കായ പാർട്ടി അംഗങ്ങളും അടക്കം ഹാപ്പിയാവുന്ന ഒരു തീരുമാനം തന്നെയാണ്. സ്വാഭാവികമായ ഒരു വലിയ പ്രശ്നം, കാലങ്ങളായി നിന്നൊരു പ്രശ്നത്തെ ആ നിലയിൽ പരിഹരിക്കുന്നുണ്ട്. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് പല കാരണങ്ങളാൽ VSൻ്റെ ശൈലി, VSൻ്റെ രീതി, VS ഏറ്റെടുക്കുന്ന വിമർശനത്തിൻ്റെ രീതി, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആയതിനു ശേഷവും ഒക്കെ VS തുടരുന്നൊരു വിമർശന ശൈലി ഉണ്ടല്ലോ. ഇതെല്ലാം ചേരുന്നൊരു VS ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഒരുപക്ഷെ താൽക്കാലികമായേക്കാം എന്ന് കരുതുന്ന കുറേ ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കുന്നവരുണ്ടാകാം. PM മനോജ്. അങ്ങനെ സംശയം വരുന്നത് VSനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോഴാണ്. ഇപ്പോഴേ സഖാവ് VS പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവാണ്. സാധാരണഗതിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാവുക 80 വയസ്സ് വരെയുള്ളവരാണ്. VSന് 90 കഴിഞ്ഞ് 94 93 എന്തുകൊണ്ടാണ് VS ക്ഷണിതാവാകുന്നത്? VS ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള സംസ്ഥാന കമ്മിറ്റിയിൽ 80 വയസ്സ് കഴിഞ്ഞ ആരെങ്കിലും നിങ്ങൾ വേറെ കാണുമോ? അദ്ദേഹത്തെ കേരള സംസ്ഥാന കമ്മിറ്റിയിലും ക്ഷണിതാവായിട്ട് നിശ്ചയിക്കാൻ തീരുമാനിക്കുന്നത് സഖാവ് VS. ശ്രീ ജയശങ്കർ പറഞ്ഞ പോലെ തന്നെ VSൻ്റെ സംഭാവനകളും VSൻ്റെ ഔന്നത്യവും അതൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അങ്ങനെയുള്ളൊരു നേതാവിനെ തുടർന്നും ഈ പാർട്ടിക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് രണ്ട് കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും സഖാവ് VS ക്ഷണിതാവായിട്ട് വരുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് പാർട്ടി സഖാവ് VSനെ ഏൽപ്പിച്ചിട്ടുള്ളത്, ഭരണ പരിഷ്കാര കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ. ആ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കുന്നു. അതിനിടയിൽ സ്വാഭാവികമായും മുന്നിലെത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്വാഭാവികമായി മുന്നിലെത്തുന്ന കാര്യങ്ങൾ, രണ്ട് ചില ആളുകൾ ബോധപൂർവ്വം മുന്നിലെത്തിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ മുന്നിലെത്തിക്കുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും മനോജ് താങ്കൾ പറഞ്ഞു വരുന്നത് VSന്റെ മുൻപിലേക്ക് അങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറെക്കുറെ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ VSന്റെ മുൻപിലേക്ക് ബോധപൂർവം കാര്യങ്ങൾ എത്തിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ എത്തുന്നൊരു കാലം കഴിഞ്ഞു VSനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ആ വിമർശനം പാർട്ടിക്ക് താങ്ങാവുന്നതും പാർട്ടിക്ക് ഉൾക്കൊള്ളാവുന്നതുമാണ് മുൻകാലങ്ങളിൽ നിന്ന് ഭിന്നമായി ഇപ്പോൾ VS നടത്തുന്ന വിമർശനങ്ങൾ എന്നാണോ? അങ്ങനെയല്ല. ഈ ബോധപൂർവം എത്തിക്കുന്ന ചില ആളുകളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എത്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ ഫലത്തിൽ അറിയണം. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചിലപ്പോൾ പെട്ടെന്ന് വരുന്നു VS കേന്ദ്ര കമ്മിറ്റിക്ക് കത്ത് കൊടുത്തു എന്നൊരു വാർത്ത ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇത് എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നത്? VS ആ കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുന്ന VSും കിട്ടുന്ന ജനറൽ സെക്രട്ടറി അല്ലേ അറിയേണ്ടത്, അല്ലെങ്കിൽ കിട്ടുന്ന സംസ്ഥാന സെക്രട്ടറി അല്ലേ അറിയേണ്ടത്. അതിനിടയ്ക്ക് ആരോ കളിക്കുന്നു. ആ കളിക്കുന്ന ആളുകൾ എന്തായാലും പാർട്ടിയുടെ അനുകൂലികളായിരിക്കുമല്ലോ, ശത്രുക്കളായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ചില എലമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ അതിലേക്ക് പോകണ്ട. മറിച്ച് ഇപ്പോൾ സഖാവ് VS ഇന്നത്തെ പ്രതികരണം നമ്മൾ അത് എടുക്കുക.
നിലവിലുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ സഖാവ് വി എസ് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ നിന്ന് വേറിട്ട് തൻ്റെ സ്വന്തം വ്യക്തിത്വം അത് മഹത്താണ് അല്ലെങ്കിൽ അത് വേറിട്ട് നിൽക്കുന്നതാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു പ്രവർത്തനമല്ല, ഒരു ശ്രമമല്ല സഖാവ് വി എസ് നടത്തുന്നത്. മറിച്ച് പാർട്ടിയോടൊപ്പം പാർട്ടിയുടെ ഉത്തമ ഭടൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിൽ താഴ്ത്തിക്കെട്ടുകയല്ല, പാർട്ടിയെ സൃഷ്ടിച്ച നേതാക്കൾ ഒരാളാണ് അദ്ദേഹം. പാർട്ടിയുടെ ഉത്തമ ഭടനായി നിൽക്കുക എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ ഉത്തമ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരം ഭയമൊന്നുമില്ല. പിന്നെ മനുഷ്യരല്ലേ, നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം മനുഷ്യരാണ്. അതുമാത്രമല്ല ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പാർട്ടികളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിമർശനവും സ്വയം വിമർശനവും ഒക്കെ നടക്കുന്ന പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. CPM ആയാലും CPI ആയാലും. അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് ഒരു കാര്യവും കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയില്ല ഇനി എന്നൊന്നുമല്ല ഇതിനർത്ഥം. അത് സഖാവ് വി എസ് ആയാലും സഖാവ് പിണറായി വിജയനായാലും ഇനി ആരായാലും ഞങ്ങളൊക്കെ അതിലേക്ക് വരാം. പക്ഷേ ശ്രീ PM മനോജ്, ആ പറഞ്ഞൊരു പൊതുവൽക്കരണം, ആ ഒരു താരതമ്യം അഡ്വക്കേറ്റ് ജയശങ്കർ വിമർശിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സാമാന്യ തലത്തെക്കുറിച്ച് ഇപ്പോൾ PM മനോജ് പറഞ്ഞൊരു താരതമ്യമുണ്ടല്ലോ, അത് VS ചേരുന്നതാണോ? VSന്റെ ശൈലി തന്നെയാണ് പ്രശ്നം. ആ ശൈലിയെ ഉപയോഗപ്പെടുത്തി പാർട്ടിക്കെതിരാക്കി കാര്യങ്ങളെ ചെയ്യിക്കുന്ന കുറേ ആളുകൾ ഇപ്പോഴില്ല എന്ന് PM മനോജ് പറയുമ്പോഴും ആരൊക്കെയോ ചിലരുടെ ചില സഹായങ്ങൾ ഇപ്പോഴും VSനുണ്ട് എന്നതിൻ്റെ ഒരു അംശം അപ്പോഴും അവിടെ ഉണ്ട് എന്നൊരു സൂചനയുണ്ട്. അതെല്ലാം അവിടെ നിൽക്കെ VSനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാക്കി നിലനിർത്തുന്നു. ഈ വിമർശനവുമായി പോകുന്ന VSനെ കുറെ കൂടി സംഘടനാപരമായി നിയന്ത്രിക്കാൻ കേരള പാർട്ടിക്ക് ഒരു പുതിയ സാഹചര്യം ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു ചേരുന്നുണ്ടോ? അതും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണോ തനിക്ക് നല്ല തൃപ്തിയുണ്ട് എന്ന് VS പറയുന്നത്? അല്ല, അങ്ങനെയല്ല. ഇനി ഈ ഘട്ടത്തിൽ അങ്ങനെ VSും പാർട്ടിയും തമ്മിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസത്തിലേക്കോ ഏറ്റുമുട്ടലിലേക്കോ പോകുന്നേ വിചാരിക്കുന്നില്ല. വേറെ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ചർച്ചയിൽ പറയാവുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. VS ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന ഞാൻ വിചാരിക്കുന്നില്ല. പാർട്ടി ആണെങ്കിലും അദ്ദേഹത്തിനെതിരെ വലിയൊരു പ്രകോപനം ഉണ്ടാക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഇതോടെ അവസാനിക്കും, ഒരു വലിയ പരിധിവരെ അവസാനിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. VS വിമർശനം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല. പലപ്പോഴും പൊതുസമൂഹത്തിൽ വളരെ ശരിയാണെന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്നു. പിന്നെ ശ്രീ മനോജ് പറഞ്ഞ പോലെ ഈ അഭിപ്രായങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മറ്റു വിധത്തിൽ അറിയുന്നു എന്നുള്ളൊരു സത്യമാണ്. എങ്കിൽ പോലും അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിന് വളരെ സ്വീകാര്യമായിട്ടുള്ളതാണ്. മാത്രമല്ല, കേരളീയ പൊതുജീവിതത്തിൽ വലിയ സജീവമായൊരു സാന്നിധ്യമാണ് ശ്രീ VS. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് കോട്ടയത്തെ ഒരു പ്രധാനപ്പെട്ട പത്രസ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടൊരു തൊഴിലാളി, അയാൾ ലേബർ കോടതിയിൽ കേസ് കൊടുത്തു, തിരിച്ചെടുക്കാൻ വിധി വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ പത്രസ്ഥാപനത്തിൻ്റെ 125-ാം വാർഷികമാണ്. 125-ാം വാർഷിക ദിനത്തിൽ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ പോലീസ് ഇയാളെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാണ്. കാരണമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇയാൾ പ്രണബ് മുഖർജി പങ്കെടുക്കാൻ സാധ്യതയുള്ള പരിപാടിയിൽ അലങ്കോലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പോലീസിന് വിശ്വാസയോഗ്യമായ അറിവ് എവിടെ നിന്നും കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ കക്ഷിയാണ്. ഞാൻ ഈ വിവരം അപ്പോൾ തന്നെ സഖാവ് VSനെ വിളിച്ചു പറഞ്ഞു. VS കോട്ടയം SP വിളിച്ച് ചോദിച്ചു, താൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? 15 മിനിറ്റിനകത്ത് അയാളെ പോലീസ് മോചിപ്പിച്ചു. ഞാൻ പറഞ്ഞത് VS ഇടപെട്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ അയാൾ പ്രണബ് മുഖർജി പോയി നെടുമ്പാശ്ശേരിയിൽ നിന്ന് വീണ്ടും വിമാനം കയറി ഡൽഹിയിൽ എത്തിയതിന് ശേഷമേ അയാൾ അവിടുന്ന് വിടുള്ളൂ. കാരണം കേരളം ഭരിച്ചിരുന്നത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ്. ഈ പത്രസ്ഥാപനം ഉമ്മൻചാണ്ടിയെ സ്പോൺസർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്. സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അന്ന് VS ഇടപെട്ടുകൊണ്ടാണ് അയാൾ 15 മിനിറ്റിൽ മോചിതനായത്. VS എന്ന് വെച്ചാൽ ഒരു വലിയ നേതാവാണ്, ചെറിയ ആളല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ഔന്നത്യം അത് പാർട്ടിയും അംഗീകരിക്കും, പൊതുസമൂഹം അംഗീകരിക്കും. അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായ പ്രകടനങ്ങളും നമുക്കറിയാമല്ലോ. വളരെ ക്രൂഡായിട്ടുള്ള അഭിപ്രായങ്ങൾ VS പറഞ്ഞിട്ടുണ്ട്. VS അല്ലാതെ വേറൊരാൾ പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കുന്നു? ഈ വെള്ളാപ്പള്ളി നടേശനെ നടേശ എന്ന് വിളിച്ചാൽ നിങ്ങൾ ഓർക്കുന്നില്ലേ? അങ്ങനെ വേറൊരു നേതാവ് ഈ കേരളത്തിൽ വിളിച്ചെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ഉമ്മൻചാണ്ടിയാണ് വിളിക്കണമെങ്കിൽ, രമേശ് ചെന്നിത്തലയാണ് വിളിക്കണമെങ്കിൽ, കുഞ്ഞാലിക്കുട്ടിയാണ് വിളിക്കുന്നതെങ്കിൽ, പോട്ടെ പിണറായി വിജയനാണ് വിളിക്കുന്നതെങ്കിൽ, SNDP-കാർ നാട്ടിൽ കലാപം ഉണ്ടാക്കിയേനെ. പക്ഷേ കലാപം ഉണ്ടാക്കാൻ ചെന്നുണ്ടാ അത് പറഞ്ഞ് VS ആയതുകൊണ്ടാണ്. VSന് അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ സമൂഹം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. PM മനോജ്, അത്രമേൽ VSനെ അഡ്വക്കേറ്റ് ജയശങ്കർ പുകഴ്ത്തിക്കോട്ടെ അല്ലേ? അതിലൊന്നും യാതൊരു തരത്തിലും പാർട്ടി അലോസരപ്പെടേണ്ടതില്ല. അതും പാർട്ടിക്ക് കിട്ടുന്ന അധികമായ ഒരു നേട്ടമായി തന്നെ PM മനോജ് സ്വാഭാവികമായും ഈ തീരുമാനങ്ങളും വളരെ തൃപ്തികരമായൊരു തീരുമാനവും വന്ന ഘട്ടത്തിൽ അധികമായി ഏറ്റെടുക്കുകയാണോ? പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ VS വിമർശനം ഉന്നയിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഇനിയും VS വിമർശിക്കുമെന്ന് താങ്കൾക്ക് നന്നായി അറിയാം. പക്ഷേ അത് പരിധികളില്ലാത്തൊരു വിമർശനത്തിലേക്ക് VS പോകില്ല എന്നൊരു പൊതുവിചാരം രൂപപ്പെട്ടിട്ടുണ്ട്. ആ പരിധികൾക്കുള്ളിൽ നിന്നേ VS ഇനി വിമർശിക്കൂ.
പാർട്ടിക്ക് കൂടുതലായി പോറലേൽപ്പിക്കാൻ, പാർട്ടിയുമായി വെല്ലുവിളിക്കാൻ, പാർട്ടിയുമായി ഒരു സംഘർഷത്തിൽ ഏർപ്പെടാൻ ഒന്നും നീങ്ങാത്ത വിധം VS കുറച്ചുകൂടി പരുവപ്പെട്ടൊരു കാലത്ത് അങ്ങനെയാണെങ്കിൽ ഈ തീരുമാനത്തിന് മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ? ഒപ്പം ഞാൻ ആദ്യം ചോദിച്ച ജയശങ്കറിനോടും ചോദിച്ച ചോദ്യത്തിലേക്ക്, സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായി VSനെ ഉൾപ്പെടുത്തുന്നതോടെ അച്ചടക്കത്തിൻ്റെ വലിയൊരു നിയന്ത്രണത്തിലേക്ക് കേരള പാർട്ടിക്കുള്ളിലേക്ക് VS കുറെ കൂടി ചുരുക്കപ്പെടുകയല്ലേ? കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവൊക്കെയാണ്, കാര്യം ശരിയാ. പക്ഷേ സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവായി ഇരുന്നു കൊണ്ട് വലിയ വിമർശനങ്ങൾ ഇനി ഉന്നയിക്കാനുള്ളൊരു സാഹചര്യവും അവസരവും VSന് നിഷേധിക്കപ്പെടുക കൂടി ചെയ്യുന്നില്ല ഈ തീരുമാനത്തിലൂടെ? അതല്ല, ശരത്ത് പറഞ്ഞു വരുമ്പോൾ അതിനൊരു തെറ്റായ ഒരു ധാരണ പുറത്തേക്ക് പോകും. യഥാർത്ഥത്തിൽ ഇന്ന് സഖാവ് സീതാറാം യെച്ചൂരി പത്രസമ്മേളനം നടത്തുമ്പോൾ 2 തവണ പറഞ്ഞു VSൻ്റെ ഘടകം സംസ്ഥാന കമ്മിറ്റി ആയിരിക്കും. സഖാവ് VS സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായിരിക്കും. അതോടൊപ്പം തന്നെ സഖാവ് VSന് സംസ്ഥാന കമ്മിറ്റിയിൽ സംസാരിക്കാം, സംസ്ഥാന കമ്മിറ്റിക്ക് പുറത്തല്ല. യഥാർത്ഥത്തിൽ പ്രശ്നം സംസാരിക്കുന്നതല്ല, വിമർശനം ഉന്നയിക്കുന്നതല്ല, ഈ മറ്റേതെങ്കിലും ആക്ഷേപം ഉന്നയിക്കുന്നതല്ല. ഇത്തരം ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങൾ പാർട്ടിയെ പൊതുസമൂഹത്തിൽ ഇകഴ്ത്തിക്കെട്ടാനും പാർട്ടിയുടെ പ്രഖ്യാപിത നയവും ലക്ഷ്യവും അതുപോലെ പ്രവർത്തന രീതിയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ദുർവ്യാഖ്യാനങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇടയാക്കുകയും ചെയ്യുന്ന രീതിയിൽ പാടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിനാണ് കൃത്യമായ ഉത്തരം വന്നത്. അത് സഖാവ് VS നമുക്കറിയാലോ എത്ര ആളുകൾ ഞാനും യെച്ചൂരിയുടെ സീതാറാമിന്റെ ആ വാചകത്തെ തന്നെയാണ് വിളിച്ചത്. ശ്രീ ജയശങ്കർ ഞാനും ഉയർത്തിക്കാട്ടിയത് അതേ വാചകത്തെയാണ്. VSനെ അത് ഓർമ്മിപ്പിക്കുകയാണ്. സംസ്ഥാന ഘടകത്തിൽ പറയാം, സംസ്ഥാന ഘടകത്തിന് പുറത്തു പറഞ്ഞല്ല എന്ന് പറയുന്നതോടുകൂടി സംസ്ഥാന ഘടകത്തിൽ VSന്റെ പ്രവർത്തനങ്ങളോടുള്ള കേരള പാർട്ടിയുടെ സമീപനവും വിമർശനവും നേരത്തെ തന്നെ PB കമ്മീഷനിൽ ആദ്യം തന്നെ എടുത്തിട്ടുള്ള നിലപാടുകളും കൊടുത്ത പരാതികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറെ കൂടി നിയന്ത്രണ വിധേയമാകുന്നുണ്ട് VS. ശരത്തെ, അതിലേക്കാണ് ഞാനും വരുന്നത്. ആ സംസ്ഥാന കമ്മിറ്റിയിൽ പറയാം എന്ന് പറഞ്ഞ അതേ രീതിയിൽ തന്നെ സഖാവ് സീതാറാം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, കേന്ദ്ര കമ്മിറ്റിയിൽ പറയാം. ഈ ക്ഷണിതാക്കൾക്ക് കേന്ദ്ര കമ്മിറ്റിയിലായാലും സംസ്ഥാന കമ്മിറ്റിയിലായാലും വോട്ടിംഗ് പവർ എന്നൊരു സാധനമേ ഇല്ലാതുള്ളൂ. ബാക്കി ചർച്ചകളിൽ പങ്കെടുക്കാം, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാം, വോട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഒരു വോട്ടിൻ്റെ കാര്യം വളരെ തമാശ രൂപത്തിൽ സഖാവ് സീതാറാം പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സഖാവ് VSന് മറ്റേതൊരു പാർട്ടി നേതാവിനെയും പോലെ കൃത്യമായി സ്വന്തം അഭിപ്രായം പാർട്ടിക്കകത്ത് അത് സംസ്ഥാന കമ്മിറ്റിയിലും കേന്ദ്ര കമ്മിറ്റിയിലും ആയാലും രേഖപ്പെടുത്താനുള്ള അവസരം. അതോടൊപ്പം തന്നെ സഖാവിന് നടപടിയാണല്ലോ വന്നത്. നടപടി എന്ന് പറയുന്നത് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനാ നടപടി എന്ന് പറയുന്നത് വേദനാജനകമാണ്. സ്വാഭാവികമായും സഖാവ് VSനെതിരെ ഒരു നടപടിയും കൂടി വന്നിരിക്കുന്നു, പരസ്യമായും ശാസന നൽകിയിരിക്കുന്നു. എന്നാൽ ആ ശാസന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സഖാവ് VS തുടർന്നും കൃത്യമായി പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തനം തുടരും എന്ന മെസ്സേജാണ്. ഒരൊറ്റ കാര്യം, VSന്റെ അധ്യായത്തിൽ VSുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയിൽ ശ്രീ PM മനോജ് ഒരൊറ്റ കാര്യം കൂടി, VSും പാർട്ടിയും 2 വഴിക്ക് എന്ന് പറയുന്ന ഒരു കാലം, VS ശരി പാർട്ടി തെറ്റ്, എത്രയോ കാലം ചർച്ച ചെയ്ത ഒരു കേരള രാഷ്ട്രീയ പരിസരമുണ്ട്. നിശിത വിമർശനവുമായി പാർട്ടിക്ക് വേണ്ടി ചർച്ചകളിൽ പങ്കെടുത്തയാളാണല്ലോ, നിരന്തരം എഴുതിയ ആളാണല്ലോ. പുതിയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ VS പ്രശ്നം എന്നത് പരിഹരിക്കപ്പെട്ടൊരു ക്ലീൻ സ്ലേറ്റിൽ പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇതുവരെ കേരളം ശീലിച്ച കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള VSന്റെ വിമർശന ശൈലി ഇനി പാർട്ടിക്ക് നേരെ അതേ അളവിൽ അതേ രീതിയിൽ ഉണ്ടാകില്ല എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നയാളാണോ താങ്കൾ? ഈ VS പ്രശ്നം എന്നെല്ലാം പറയുന്നത് നമ്മളൊരു അതിശയോക്തി കയറുന്ന ഏർപ്പാടാണ്. VS പ്രശ്നമൊന്നുമല്ലെന്നേ, പാർട്ടിക്കകത്ത് വിഭാഗീയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ശരിയാണ്. അതിൽ VSും ഒക്കെ പങ്കാളികളായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ ഭാഗമാക്കായിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. അതൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇപ്പോഴതിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മളിപ്പോൾ ഒരു വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ ആ മഴ തോർന്ന ഉടനെ മഴയുടെ എല്ലാ പ്രത്യാഘാതങ്ങളും മാറുമൊന്നുമില്ല, അതിങ്ങനെ പതുക്കെ മാറും. അങ്ങനെ അവസാനത്തെ ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PB കമ്മീഷൻ നമ്മൾ എത്ര കാലം ചർച്ച ചെയ്തു PB കമ്മീഷനെ കുറിച്ച്. ഇപ്പോൾ PB കമ്മീഷൻ വന്നിരിക്കുന്നു. PB കമ്മീഷൻ വന്നപ്പോൾ പല ആളുകളും പ്രതീക്ഷിച്ചിരുന്നു, ശരിയാണ് VSനെ പുറത്താക്കിയാലോ, അപ്പോൾ എന്താ നമ്മളിപ്പോൾ ചാടി വീഴില്ല നമ്മളല്ല. ഇത്രയും പ്രായം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവിനെതിരെ നീതിയാണോ കാണിച്ചത്, നീതി കേടല്ലേ കാണിച്ചത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരാൻ പോകുന്നത്, ഇതൊക്കെ നമ്മൾ പറയും. അത്തരമൊരു അവസരം ഒഴിവായതിൽ ഈ ജയശങ്കറും ഞാനും സന്തോഷിക്കല്ലേ വേണ്ടത്? ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട്.
കാരണം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ശരത്തും ഈ കേരളത്തിലെ സാധാരണ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ദുരിതം ചെറുതൊന്നുമല്ല. ഇപ്പോൾ കേന്ദ്ര മോഡി ഗവൺമെൻറ് നോട്ട് പിൻവലിക്കൽ, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, ബജറ്റ് മാറ്റി വെക്കണോ വേണ്ടിയോ, ഇങ്ങനെ മൊത്തം കുഴപ്പമാണ്. ഈ കുഴപ്പത്തിനിടയിൽ ഇതൊന്നും പറഞ്ഞു നിൽക്കാൻ നമുക്ക് സമയമില്ല. സഖാവ് VS-ഉം അതുപോലെ ജയശങ്കറും ഞാനും ശരത്തും ഒക്കെയുള്ള വലിയ മുന്നണി, ആ മുന്നണി ഇതിനെതിരായിട്ട് പോരാടാൻ പോവാണ്. അത്തരമൊരു പൊതു പോരാട്ടം നടക്കുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് സമയം കളയരുത്. തീർച്ചയായും അവിടെ VS-ന് പുതിയൊരു വിമർശനത്തിന്റെ പോർമുഖം തുറക്കാനാകില്ല എന്നാണ് PM മനോജ് പറഞ്ഞു വരുന്നതെങ്കിൽ അഡ്വക്കേറ്റ് ജയശങ്കർ എത്രമാത്രം അതിനോട് യോജിക്കും? താങ്കൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു VS മുൻ ശൈലിയിൽ നിന്നുകൊണ്ടുള്ളൊരു വിമർശനത്തിൻ്റെ തലങ്ങളിലേക്ക് ഇനി പോകുമെന്ന് കരുതുന്നില്ല. വിഷയങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരു VS-നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭരണകാലമാണ്. നിലമ്പൂർ മാവോയിസ്റ്റ് വേട്ടയുടെ കാലത്തൊക്കെ തൊഴിലാളി വർഗ സമീപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ VS പോലീസിനെതിരെ ഉയർത്തിയ വിമർശനം പിന്നീട് അത് വലിയ ചർച്ചയായി കേരളമാകെ മാറുന്നതും ഈ സർക്കാരിന് തന്നെ ഡിഫൻസിലാകുന്ന നിലയിൽ ആ വിഷയം വളർന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് VS യഥാർത്ഥത്തിൽ പുതിയ പ്രശ്നങ്ങൾക്കുമേൽ ഭരണപരമായ വിമർശനത്തിൻ്റെ ഇടപെടൽ ഏത് നിലയിൽ കൊണ്ടുപോകാം? യെച്ചൂരി അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ളൊരു വിശദീകരണമാണോ VS-ൻ്റെ കാര്യത്തിൽ ഇന്ന് നടത്തിയത്? മറ്റൊന്ന്, EP ജയരാജനിലേക്കും ശ്രീമതിയിലേക്കും പോയപ്പോൾ യെച്ചൂരിയുടെ ശബ്ദം കുറെ കൂടി കാർക്കശ്യത്തോടു കൂടി തന്നെ സ്വജനപക്ഷപാതം, അതൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് എന്ന് പറയാനും എന്താണ് പാർട്ടി ഇതിൽ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വിശദീകരിക്കാനുള്ള ഒരു ശ്രമവും കൂടി നടത്തിയത് വളരെ പ്രകടമായി നടത്തിയതായി അഡ്വക്കേറ്റ് ജയശങ്കറിന് തോന്നിയോ? അല്ല, തീർച്ചയായിട്ടും VS അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പാർട്ടി നേതൃത്വവുമായി പരസ്യമായ ഒരു ഏറ്റുമുട്ടലിന് പഴയ പോലെ പോയിക്കൊള്ളുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. VS അദ്ദേഹത്തിന് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇനിയും വിമർശനം ഉന്നയിക്കും. അത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ, ഏത് രീതിയിലായിരിക്കും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഒരു പക്ഷേ പരസ്യമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിക്ക് കത്തെഴുതുന്ന രീതിയിലായിരിക്കാം. അതൊക്കെ അദ്ദേഹം തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇനി അതിനെക്കുറിച്ച് മനോജ് പറഞ്ഞ പോലെ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കളയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ നിലപാടുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. ശ്രീമതി ടീച്ചറുടെയും അതുപോലെ ജയരാജൻ്റെയും കാര്യത്തിലും പാർട്ടി ശരിയായ നിലപാട് തന്നെ സ്വീകരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഒരു ആരോപണം ഉണ്ടായി ഏതാണ്ട് 10 ദിവസത്തിനകം തന്നെ ജയരാജനെ കൊണ്ട് രാജിവെപ്പിക്കാൻ ഈ പാർട്ടിക്ക് സാധിച്ചു. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വിജിലൻസ് കേസ് എടുത്തിരിക്കുകയാണ്. ചെറിയ കാര്യമാണോ? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയരാജനെതിരായിട്ട്, അതുപോലെ മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീമതി ടീച്ചറുടെ മകനെതിരായിട്ട് FIR രജിസ്റ്റർ എന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. അതൊക്കെ ഈ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളായിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം വിജിലൻസിന് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. വിജിലൻസുകാർ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതുപോലൊരു പ്രവൃത്തി നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. നമ്മുടെ സുകേശൻ എന്തൊക്കെ തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിട്ടാണ് KM മാണിക്കെതിരെ കേസുണ്ട്, തെളിവുണ്ട് എന്ന് പറഞ്ഞത്. ആ റിപ്പോർട്ടിന് ഏത് രീതിയിലാണ് അട്ടിമറിച്ചത്? എന്തൊക്കെ വിമർശനങ്ങളാണ് കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങിയത്? ജോൺ ഇല്ലിക്കാടൻ്റെ വിധി എന്തായിരുന്നു? അതിന് കമാൽ പാഷ കൊടുത്ത ഒരു എൻഗോമിയം എന്തായിരുന്നു? സീസറിൻ്റെ ഭാര്യയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളൊക്കെ ഓർമ്മയില്ലേ? ഈ വക ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇവിടെ ഈ സർക്കാർ സത്യത്തിൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അതിനൊക്കെ നമ്മൾ അഭിനന്ദിക്കണം. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അംഗീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വിജിലൻസുകാർ അവരുടെ ജോലി ചെയ്യുന്നു. ഇനി പാർട്ടി സമുചിതമായ രീതിയിൽ ആലോചിച്ച് ജയരാജൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് പാർട്ടിക്ക് തോന്നുന്ന പക്ഷം, പാർട്ടിയുടേതായ രീതികളുണ്ട്, പാർട്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കാം. അതിന് ഒരു പ്രേരണ ചെലുത്തി എന്ന രീതിയിൽ ശ്രീമതി ടീച്ചർ, അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ച് IAS നാളെ കൂട്ടാവധി എടുക്കാൻ പോകുന്ന സാഹചര്യം. തീർച്ചയായും അതും ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് ശ്രീ PM മനോജ്, അതായത് ഇന്ന് സീതാറാം യെച്ചൂരിയുടെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് ആവർത്തിച്ചുള്ള ചോദ്യത്തിൽ EP ജയരാജൻ, ശ്രീമതി, അതുപോലെ തന്നെ MM മണി ഇവരുമൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ ഒരു പരിമിതി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ടോ? കാരണം FIR വന്ന സാഹചര്യത്തിൽ നടപടി സ്വീകരിച്ചാൽ അത് മുൻവിധിയായി പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടാവും. ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്കൊക്കെ തന്നെ അതൊരു മറ്റൊരു ബുദ്ധിമുട്ടായി തീരും പാർട്ടി നടപടിയെടുത്താൽ. അല്ലെങ്കിൽ പാർട്ടിയുടെ കണ്ടെത്തലുകൾ ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആവശ്യപ്പെട്ടേക്കാം രാഷ്ട്രീയമായി. TP കേസുമായി ബന്ധപ്പെട്ടൊക്കെ CPM എടുത്തൊരു ശൈലിയുണ്ട്. ഇത് ആണ് സീതാറാം യെച്ചൂരി തുറന്നു പറയുന്നത് എങ്കിൽ കുറ്റാരോപിതർ അവരുമായി തുടർ നടപടികൾ പോകുമ്പോൾ ഒരു പരിമിതി നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയമായി ഉണ്ട് എന്ന് സമ്മതിക്കലാണോ? MM മണിയുടെ കാര്യത്തിലായാലും EP ജയരാജൻ്റെ കാര്യത്തിലായാലും ഒക്കെ സീതാറാം യെച്ചൂരി പറഞ്ഞു വന്ന വിശദീകരണത്തിൽ അത്തരം ഒരു പരിമിതി സ്വയം സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ലത്. അത് ശ്രീ ജയശങ്കർ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ഉത്തരം. കാരണം നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം വിജിലൻസിന്, കുറ്റാന്വേഷണ ഏജൻസിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഗവൺമെൻറ്റിനകത്തുണ്ട് എന്നത് ഒരു കാര്യം. രണ്ടാമത്തത് FIR.
ഇപ്പോൾ ത്വരിത പരിശോധന കഴിഞ്ഞു, ഇപ്പോൾ ഒരു FIR സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ പിന്നെ EP ജയരാജൻ്റെ പേരുണ്ട്, അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരുണ്ട്, പിന്നെ ശ്രീമതി ടീച്ചറുടെ മകൻ്റെ പേരുണ്ട്. ഒരു FIR എന്ന് പറയുന്നത് ഒരു കേസിലും, ഇപ്പോൾ എനിക്ക് നിയമം വലുതായിട്ട് അറിയില്ല, ശ്രീ ജയശങ്കറിന് അറിയാം, FIR എന്ന് പറയുന്നത് അത് പ്രഥമ വിവര റിപ്പോർട്ട് മാത്രമാണ്. അത് കേസിൻ്റെ വിചാരണ ഘട്ടത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അത് തെളിവായിട്ട് ഉപയോഗിക്കുന്ന ഒന്നല്ല. അത് തെളിവായിട്ട് ഉപയോഗിക്കുക എപ്പോഴാണെന്നറിയോ? അത് കൊടുത്തയാൾ, ആദ്യമായി വിവരം കൊടുത്തയാളുടെ മൊഴിയെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ FIR പിന്നീട് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ FIR ഇട്ടത് വലിയ കാര്യമാണ്. FIR ഇട്ടു എന്നതുകൊണ്ട് ആ കേസിൽ കുറ്റം ചെയ്തതായിട്ട് തെളിയിക്കുന്ന രേഖയൊന്നുമല്ല. സ്വാഭാവികമായും പ്രാഥമിക അന്വേഷണത്തിൽ ഇന്ന പി. മനോജ് പറഞ്ഞു വരുന്നത് അതിന്റെ നിയമപരമായ ഒരു വശം, ഇതിനകത്തൊരു തെറ്റ് സംഭവിച്ചു എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. നിയമസഭയിൽ അദ്ദേഹം ന്യായീകരിച്ചപ്പോൾ പോലും മുഖ്യമന്ത്രിക്ക് അത് തള്ളിപ്പറയേണ്ടി വന്നത് അവിടെയാണ്. അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നത്. മാത്രവുമല്ല, ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു, സ്വജനപക്ഷപാതം എന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. സംഘടനാപരമായും രാഷ്ട്രീയമായും ഒരു തെറ്റവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തി സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ രാഷ്ട്രീയമായ തീരുമാനങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന്, സ്വതന്ത്രമായി മുന്നോട്ട് പോകുന്നതിന് ഇതൊരു പരിമിതിയാണ് എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ കുറ്റാരോപിതരെ തുടരുന്നതിനോ സംരക്ഷിക്കുന്നതിനോ വേണ്ടിയാകാം എന്ന വിമർശനം ഉണ്ടായിക്കൂടെ ശ്രീ പി. മനോജ്? അല്ല, അങ്ങനെ ഉണ്ടായിക്കൂടാ. എന്തുകൊണ്ടാണ് ഉണ്ടായിക്കൂടാത്തത്? അത് ശ്രീ ജയശങ്കർ വളരെ വിശദമായി ഇവിടെ പറഞ്ഞു. ശരത്ത് എന്തുകൊണ്ടാണത് നോട്ട് ചെയ്യാത്തത് എനിക്കറിയില്ല. UDFനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഈ രീതികളൊക്കെ രണ്ടാണ്. ഈ രീതി UDF അല്ല LDF എന്ന് ഞങ്ങൾ പറയുന്നത്. UDF ചെയ്യുന്ന കൊടും പാതകങ്ങളുണ്ട്. ആ കൊടും പാതകങ്ങൾ ചെയ്താൽ പോലും കോടതിയുടെ പരാമർശം വന്നാലും കുറ്റാരോപണം വന്നാലും കേസ് ചാർജ് ചെയ്തു കഴിഞ്ഞാലും അന്വേഷണത്തിൽ തെളിഞ്ഞാലും അടുത്ത വിധി കാത്ത് ഈ കൃത്യമായി ഈ വിധിയും രാജിക്കത്തും പോക്കറ്റിലിട്ട് മുഖ്യമന്ത്രി നടന്നൊരവസ്ഥ ഇവിടെ ഈ ദൂരെയല്ലാത്ത ഒരു സമീപ കാലത്ത് തന്നെ ഇവിടെ നടന്നിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റേതായ സദാചാര നിഷ്ഠകളുണ്ട്, അതിൻ്റേതായ രീതികളുണ്ട്, സമീപനമുണ്ട്. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കുറ്റമല്ല എന്ന് കാണുന്ന പല കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റുകാർ കുറ്റമാണെന്ന് കാണും. അതുകൊണ്ടാണ് സ്വജനപക്ഷപാതം. ഇപ്പോൾ UDFിൻ്റെ കാലത്ത് സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റമായിട്ട് നമ്മൾ ആരെങ്കിലും കാണുമോ? അതായത് UDF കൊടുക്കുന്ന ആനുകൂല്യം ഇക്കാര്യങ്ങളിലൊന്നും ഇടതുപക്ഷത്തിന് നൽകാൻ UDFകാർ പോലും തയ്യാറല്ല. UDFന് ഇക്കാര്യങ്ങളിൽ കൊടുക്കുന്ന ആനുകൂല്യം നൽകാൻ, LDFന് നൽകാൻ, വിശേഷിച്ച് CPMന് നൽകാൻ, CPIMന് നൽകാൻ UDFകാർ പോലും തയ്യാറല്ല. അല്ല ശരത്തെ, ഇത് ആരുടെയെങ്കിലും ആനുകൂല്യത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഇത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ലോ. ത്വരിത പരിശോധന റിപ്പോർട്ട് വരുന്നതിന് മുമ്പാണല്ലോ സഖാവ് EP ജയരാജൻ രാജിവെക്കുന്നത്. അത് അദ്ദേഹം കൂടി അംഗമായ ഒരു കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ, അല്ലാതെ മറ്റേതെങ്കിലും ബാഹ്യ സമ്മർദ്ദം കൊണ്ടല്ലല്ലോ. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ, പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ, അത് പാർട്ടിയുടെ അളവുകോലാണ്. ആ അളവുകോല് വേറെ ഏതെങ്കിലും കോൺഗ്രസിൽ കൊണ്ടുപോയാലോ ലീഗിൽ കൊണ്ടുപോയാലോ RSSൽ കൊണ്ടുപോയാലോ നടക്കില്ല. അത്തരം അളവുകോലുണ്ട്, അത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിയമത്തിൻ്റെ മുന്നിൽ തെറ്റല്ലാതിരുന്നിട്ട് പോലും, അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ ഏതെങ്കിലും തരത്തിൽ ഒഫൻസായിട്ട് പരിഗണിക്കാൻ പറ്റുന്ന ഒന്നല്ലാതിരുന്നിട്ട് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് ഇത്തരം നടപടികളിലേക്ക് നീങ്ങുന്ന തെറ്റുകളായി മാറുന്നത്. പറഞ്ഞത് വ്യക്തമാണ്. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരു കാര്യം കൂടി മാത്രം. പക്ഷേ രാഷ്ട്രീയമായി അതൊരു തെറ്റാണ് എന്ന് ജനറൽ സെക്രട്ടറിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞു വെച്ചു. EP ജയരാജൻ അന്ന് രാജിവെച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? പാർട്ടിയുടെ യശസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി രാജിവെക്കുന്നു എന്നാണ്. പാർട്ടിയുടെ യശസ്സിന് സ്വജനപക്ഷപാതം എന്നതൊരു വലിയ തെറ്റും കുറ്റവുമാണ് എന്ന് ജനറൽ സെക്രട്ടറി പരസ്യമായി പറഞ്ഞ ഇന്നത്തെ ഒരു ദിവസം. പക്ഷേ ആ പാർട്ടി വളരെ ജനാധിപത്യപരമായി ഉൾപാർട്ടി രീതികളിലൂടെ മുന്നോട്ട് പോകുന്നു, അതിനുവേണ്ടി കാത്തിരിക്കാം എന്ന് പറയുന്ന നല്ല വാക്കുകളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത്. പക്ഷേ ഇതേ ആനുകൂല്യം താങ്കളുടെ മുൻ നിലപാട് വെച്ച് നോക്കിയാൽ MM മണിക്ക് നൽകാൻ താങ്കൾ തയ്യാറാണോ? MM മണിയുടെ കാര്യത്തിലും ഇന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞത് ഇതേ വാദഗതിയാണ്. കാരണം നിയമപരമായി കോടതിയിൽ കേസ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിയോ സർക്കാരോ നടപടി സ്വീകരിച്ചാൽ അത് ദോഷം ചെയ്യും. ആർക്കാണ് ദോഷം ചെയ്യുക എന്നതാണ് ഉയരുന്ന ഒരു ചോദ്യം. അപ്പോൾ അവിടെയും CPM എടുക്കുന്ന ആ നിലപാടിനെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, അത് വേറൊരു രീതിയിലാണ്. ഇപ്പോൾ ജയരാജൻ്റെ കാര്യത്തിൽ അദ്ദേഹം യശസ് ഉയർത്താൻ വേണ്ടി രാജിവെച്ചു എന്ന് പറയുന്നത് ശരിയല്ല. യശസ് വീണ്ടെടുക്കാൻ വേണ്ടി, ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് ദോഷം വരുന്ന ഒന്നായിരിക്കും ജയരാജൻ മന്ത്രിയായി തുടരുക എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തോട് രാജിവെക്കാൻ പാർട്ടി പറഞ്ഞു, അദ്ദേഹം രാജിവെച്ചു. യശസ് ഉയർത്തുകയല്ല ചെയ്ത്, യശസ് വീണ്ടെടുത്തു എന്ന് പറയാം. അല്ലെങ്കിൽ പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ സർക്കാരിനുണ്ടായ ഒരു കളങ്കം
അത് മായ്ക്കുന്നതിനുള്ള ഒരു ശ്രമം എന്ന രീതിയിലാണ് നമ്മൾ ആ രീതിയിലാണ് ഇതിനെ എടുക്കേണ്ടത്. സ്വജനപക്ഷപാതം പാർട്ടി ഒരു കാരണവശാലും പൊറപ്പിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ രാജി. മണിയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. മണിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കുമ്പോഴാണ് കേരളത്തിൽ മന്ത്രിയായിട്ട് അധികാരമേറ്റത്. അദ്ദേഹം പ്രതിസ്ഥാനത്ത് തുടരുന്നു എന്നാണ് കോടതി ഉത്തരവ് കൊണ്ട് കൂടുതൽ ബോധ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ കേരളത്തിൽ മന്ത്രിയായി തുടരുന്നത് ശരിയാണോ, അത് ഭരണഘടനാപരമായിട്ട് ശരിയാണോ നിയമപരമായിട്ട് ശരിയാണോ എന്നുള്ളതല്ല. നിയമപരമായിട്ട് അതിന് തടസ്സമൊന്നുമില്ല, തുടരുന്നതിന് തകരാറൊന്നുമില്ല. പക്ഷേ അത് രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കുന്നതാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം പാർട്ടി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനൊരു ഉത്തരം നൽകാൻ പാർട്ടി ബാധ്യസ്ഥമാണ്. എൻ്റെ നിലപാടിൽ യാതൊരു മാറ്റമില്ല. അത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ ഒരു കീഴ്വഴക്കം 60 കൊല്ലത്തിലെന്നല്ല, ഈ കഴിഞ്ഞ 75 കൊല്ലത്തിനിടയ്ക്ക് 1948 ശേഷം 48 ആദ്യമായിട്ട് തിരുവിതാംകൂറിലൊരു ജനകീയ മന്ത്രിസഭ കൊണ്ടുവന്നത് പട്ടത്താടുള്ള സാറിൻ്റെ. അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ജാർഖണ്ഡിലോ ബീഹാറിലൊക്കെ ഒരുപക്ഷെ ഉണ്ടായിക്കാണ്, പക്ഷേ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ജാർഖണ്ഡായിട്ട് മാറേണ്ട ആവശ്യമുണ്ടോ? കാരണം അവിടെയൊക്കെ രാഷ്ട്രീയത്തിൽ അധികം പേരും കൊലപാതക കേസിൽ, ബലാത്സംഗ കേസിൽ, തട്ടിക്കൊണ്ടുപോകൽ കേസിലൊക്കെ പ്രതികളായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തിയാൽ ചിലപ്പോൾ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുകയില്ല. അത് കോൺഗ്രസിനാണെങ്കിലും ബി ജെ പിക്കാണെങ്കിലും രാഷ്ട്രീയ ലോക്ദളിനാണെങ്കിലും സമാജ്വാദി പാർട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ സമതാ പാർട്ടിക്ക് ഒന്നും സാധിക്കില്ല, മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു അത്രയും നിർഭാഗ്യകരമായൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. സത്യത്തിൽ ആ കാര്യത്തിൽ പാർട്ടി ഒന്നുകൂടി പുനർവിചിന്തനം നടത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും അവസാനമായി ശ്രീ PM മനോജ്, പാർട്ടിയുടെ യശസ് വീണ്ടെടുക്കാൻ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഇ പിയുടെ കാര്യത്തിലും മറ്റും സംസ്ഥാന സമിതി കൊടുക്കുന്ന റിപ്പോർട്ട് വെച്ചിട്ട് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുമെന്നാണ് യെച്ചൂരി പറഞ്ഞ് ഇന്ന് നിർത്തിയത്. ഇപ്പോൾ മണിയുടെ കാര്യത്തിൽ പാർട്ടി എടുക്കുന്ന നിലപാട്, അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളിലും യോജിച്ചുവെങ്കിൽ ജയശങ്കർ അതിനോട് വിയോജിക്കുന്നു. പാർട്ടിയുടെ യശസ് വീണ്ടെടുക്കാൻ ചില കാര്യങ്ങളിൽ അത്തരമൊരു വിമർശനം ഉണ്ടായ ഘട്ടത്തിൽ വളരെ കാലതാമസം വരുത്താതെ പാർട്ടി ഉചിതമായ തീരുമാനം സമയബന്ധിതമായി പ്രതീക്ഷിക്കാമോ? ഇന്നത്തെ CC അവസാനിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിലെ CC അവസാനിക്കുമ്പോൾ, ജനറൽ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം അവസാനിക്കുമ്പോൾ വരുന്ന ഒരു നല്ല സൂചനയായി PM മനോജ് അതിനെ കാണുന്നുണ്ടോ? അല്ല, അതിനു മുമ്പ് ഈ കീഴ്വഴക്കങ്ങളുടെ കാര്യം പറഞ്ഞു. സഖാവ് MM മണിക്കെതിരെ ഇതുപോലൊരു നാറിയ കേസെടുത്ത കീഴ്വഴക്കം ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഒരു പ്രത്യേക ഘട്ടത്തിൽ CPM-നെതിരെ കടുത്ത ആക്രമണം 4 ഭാഗത്തും വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗം കൃത്യമായി ഒരു കേസാക്കി മാറ്റാൻ കഴിഞ്ഞ UDF ഗവൺമെൻറ് നെറികെട്ട ശ്രമമാണ് നടത്തിയത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം കേട്ടു. RSSൻ്റെ പ്രമുഖ നേതാവ് വത്സൻ തില്ലങ്കേരിയുടെ പ്രസംഗമാണ്. അതായത് ശ്രീകൃഷ്ണൻ ആയിരക്കണക്കിന് ആളുകളെ കൊന്നു, അവതാരമാണ്. അതുപോലെ ശ്രീരാമൻ ആയിരക്കണക്കിന് ആളുകളെ കൊന്നു, അവതാരമാണ്. നിങ്ങൾ പറയുന്നു മോഡി 4000 ആളെ കൊന്നെന്ന്. മോഡിയെ അംഗീകരിക്കുന്നു എല്ലാവരും, മോഡിയും അവതാരമാണ് എന്ന രീതിയിലൊരു പ്രസംഗം കേട്ടു. ഇങ്ങനെ നാട്ടിൽ മുഴുവൻ ഇത്തരം പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രസംഗങ്ങളോടൊന്നും ഇല്ലാത്തൊരു സമീപനം സഖാവ് MM മണിയുടെ പ്രസംഗത്തോട് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് UDF രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ട് കേസെടുക്കുകയും ചെയ്തതാണെന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയല്ലോ. അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കറിയാം, എനിക്കും അറിയാം, ശ്രീ ജയശങ്കറിനും അറിയാം, ശരത്തിനും അറിയാം. എന്നിട്ടും നമ്മൾ ഈ സാങ്കേതിക ന്യായമൊക്കെ പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേട്ടയാടുന്ന ആളുകളോടൊപ്പം നമ്മൾ ചേരുന്നതാണ് ഇപ്പോൾ സഖാവ് MM മണിക്കെതിരെ ഈ സദാചാര പ്രശ്നമൊക്കെ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ വ്യത്യസ്തമായ താല്പര്യങ്ങളുമായി വെസ്റ്റഡ് ഇൻട്രസ്റ്റുമായിട്ട് വന്നിട്ട് ബഹളം കൂട്ടുമ്പോൾ അതിനനുസരിച്ച് തുള്ളുന്നൊരു പാർട്ടി അല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെ സഖാവ് MM മണിയുടെ കാര്യത്തിലൊന്നും അത്തരം കാര്യങ്ങൾ ചർച്ചയുടെ കാര്യമേ ഉദിക്കുന്നില്ല. ഒരു കാര്യം. രണ്ടാമത് യശസ് വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ യശസ് നഷ്ടപ്പെട്ടാലല്ലേ വീണ്ടെടുക്കേണ്ടത്. ഇപ്പോൾ യശസ് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. കൃത്യമായിട്ട് പുതിയ കാര്യങ്ങൾ മുന്നോട്ട് നോക്കിക്കൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ് ആ സമയത്ത് സോളാറും മറ്റു കാര്യങ്ങളും വിജിലൻസ് കേസും മറ്റേ കേസുമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നവകേരള മിഷൻ, ഹരിത കേരളം, അതുപോലെ ലൈഫ് തുടങ്ങിയ നിരവധി പദ്ധതികളായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ഒരു കുഴപ്പവും വരില്ല. അതുകൊണ്ട് തന്നെ യശസ് കൂടുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ വീണ്ടെടുക്കേണ്ട പ്രശ്നമില്ല, അത് കൂട്ടി കൊണ്ടുവരേണ്ട പ്രശ്നമേ ഉള്ളൂ. വളരെയധികം ശ്രീ PM മനോജ് CPM CC അവസാനിച്ച് എടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചയിൽ പങ്കുചേർന്നതിനും ഞങ്ങൾക്കൊപ്പം അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും. ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം ചർച്ചയിലേക്ക് മടങ്ങി. അവധി സമരത്തിൻ്റെ അപൂർവതയുമായി IAS-കാർ.
കൂട്ടയവധിക്കൊരുങ്ങിയ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 9 മണിക്കായിരിക്കും കൂടിക്കാഴ്ച. തുടർച്ചയായി ഉണ്ടാകുന്ന വിജിലൻസ് നടപടിയിൽ പ്രതിഷേധിച്ച് കൂട്ടയവധിയെടുക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് IAS ഉദ്യോഗസ്ഥർ. 60-ലേറെ പേർ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലാണ് IAS ഉദ്യോഗസ്ഥർ നിസ്സഹകരണ നടപടിയിലേക്ക് നീങ്ങുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന വിജിലൻസ് നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ കൂട്ടാവധിയെടുക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് IAS ഉദ്യോഗസ്ഥർ. 60ഓളം ഉദ്യോഗസ്ഥർ ഇതിനകം ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിന് അവധി അപേക്ഷ നൽകി. കളക്ടർമാരും സബ് കളക്ടർമാരും പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. EP ജയരാജൻ 1-ാം പ്രതിയായ ബന്ധുനിയമന കേസിൽ വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയെ 3-ാം പ്രതിയാക്കിയ വിജിലൻസ് നടപടിയാണ് ഏറ്റവും ഒടുവിൽ IAS ഉദ്യോഗസ്ഥരെ ചൊടിപ്പിച്ചത്. നേരത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ ടോം ജോസിനും KM എബ്രഹാമിനുമെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസാണ് നടപടികൾക്ക് പിന്നിലെന്നാണ് IAS ഉദ്യോഗസ്ഥരുടെ ആരോപണം. അതേസമയം ഭരണതലത്തിലുണ്ടാകുന്ന അസ്വാരസ്യം രാഷ്ട്രീയ വിഷയമാക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം. പ്രശ്നം പരിഹരിക്കുന്നതിന് ഇതുവരെ സർക്കാർ തല ഇടപെടൽ ഉണ്ടാകാത്തതും വിഷയം സങ്കീർണമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ ഈ ചർച്ചയിൽ ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ചേരുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ ചർച്ചയിൽ തുടരുന്നു. ഒപ്പം തന്നെ ശ്രീ K. സുരേഷ് കുമാർ IAS ചർച്ചയിൽ പങ്കുചേരുന്നു, മുൻ ലോട്ടറി ഡയറക്ടർ. ശ്രീ സുരേഷ് കുമാർ, വിജിലൻസ് കേസുകളുടെ പേരിൽ വിജിലൻസ് കേസുകൾ എടുക്കുന്നു എന്നൊക്കെ പരസ്യമായി പറഞ്ഞ് വിജിലൻസ് ഡയറക്ടർ വേട്ടയാടുന്നു എന്ന തരത്തിലുള്ള പരാതികൾ ഉന്നയിച്ച് IAS ഉദ്യോഗസ്ഥരുടെ സംഘടന രേഖാമൂലം പരാതി ഉന്നയിക്കുക, ചീഫ് സെക്രട്ടറിക്ക് അവധി കൊടുത്ത് കൂട്ടയവധിയെടുത്തൊരു സമരരൂപമായി ജോലിയിൽ നിന്ന് നാളെ വിട്ടു നിൽക്കാൻ പോവുക. രാവിലെ ഏതായാലും മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയെ മാനിച്ചൊക്കെ പല സമരങ്ങളിലും കാണുന്ന പോലെ സമരത്തിൽ നിന്ന് ആളുകൾ പിൻവാങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ചിലപ്പോൾ നാളെ പിൻവാങ്ങിയേക്കാം. പക്ഷേ ഇതാണ് അവസ്ഥ. അങ്ങനെ IASകാർ കൂട്ടത്തോടെ സമരം ചെയ്യുന്ന ഒരു പ്രവണത അത് അത്യപൂർവമാണ്. എങ്ങനെയാണ് അത്തരമൊരു പ്രതിഭാസത്തെ ശ്രീ സുരേഷ് കുമാർ വിലയിരുത്തുന്നത്? ഇത് ശുദ്ധ ഒരു പരിഹാസ്യമായ ഒരു നടപടിയായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുന്നുള്ളൂ. കാരണം ഇതൊരു ഒരു ഒരു ക്രിമിനൽ കേസാണ്. ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ആ അന്വേഷണം എന്താ പറയുന്നത് നിഷ്പക്ഷനാണെങ്കിൽ നിരപരാധിയാണെങ്കിൽ ആൾ ധൈര്യമായിട്ട് അതിനെ ഫേസ് ചെയ്യാണ് വേണ്ടത്. അല്ലാതെ ഉടനെ തന്നെ സംഘടന ഒത്തുചേർന്ന് അയ്യോ അന്വേഷിക്കരുത് എന്ന് പറയുക, അങ്ങനെ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് നാട്ടുകാരുടെ മുമ്പിൽ കൂടുതൽ പരിഹാസ്യരാകുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ IT സെക്രട്ടറി ആയിരുന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ്റെ മകനെ ICT അക്കാഡമിയുടെ ഡയറക്ടറായിട്ട് നിയമിച്ചു എന്ന ഒരാരോപണം അന്നത്തെ അതിനുശേഷം വന്ന MLA ആയിരുന്ന വിഷ്ണുനാഥ് അസംബ്ലിയിലാണ് ഉന്നയിച്ചത്. അതിനെ തുടർന്ന് നിയമസഭാ സമിതി അതിനെക്കുറിച്ച് അന്വേഷിച്ചു. നിയമസഭാ സമിതി അങ്ങനെ ഒരു നിയമനം നടന്നു എന്നാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് ഒരു വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്യുകയും ചെയ്തു. ഈ ഘട്ടത്തിലെല്ലാം എനിക്കറിയാം അങ്ങനെ നിയമിച്ചിട്ടില്ല എന്ന്. ഞാൻ ഒരു അസോസിയേഷനിൽ പോവുകയോ ഒരു അസോസിയേഷൻകാർ എൻ്റെ അടുത്ത് വരികയോ ചെയ്തില്ല. വിജിലൻസ് അന്വേഷിച്ചു, അങ്ങനെ ഒരു സ്ഥാപനമേ ഇല്ല, പിന്നെയല്ലേ അവിടെ ഒരാളെ നിയമിക്കുന്നത്. അത് നേരിട്ട് ഫേസ് ചെയ്യാൻ എന്താണ് മടി? അതിന് പകരം ഒരു FIR ഉണ്ടായിരുന്നല്ലേ ഉള്ളൂ. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് അന്വേഷണം ആരംഭിച്ചാൽ ആ SI ശരിയല്ല, ഈ വേറൊരു SI വന്നാലും ഈ അന്വേഷണം നടക്കില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനു മുമ്പ് സുരേഷ് കുമാർ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താകാം ഇതിനു പിന്നിൽ? അത്തരം ഒരു ലളിതമായ പ്രശ്നത്തിൻ്റെ പേരിൽ, ഒരു വ്യക്തിയുടെ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു അസോസിയേഷൻ ഇങ്ങനെയൊക്കെ നീങ്ങും എന്ന് സങ്കല്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ എന്താകാം യഥാർത്ഥ കാരണം? ഇതിൽ ഒരു പോസിബിലിറ്റി, ഒരു ഔട്ട്സൈഡ് പോസിബിലിറ്റി, ഇപ്പോൾ പേഴ്സൺ ഫേസിങ് എൻ എൻക്വയറി ഗവൺമെൻറ്റിനെ ഡിസ്ക്രിഷനിൽ സസ്പെൻഡ് ചെയ്യാം. അപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയ ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർമെൻറ്റിന് മുമ്പ് ഒരു സസ്പെൻഷൻ വേണ്ടി വരുമോ എന്നുള്ള ഭയത്തിൽ നിന്ന് സൃഷ്ടിക്കുന്ന ഒരു കോലാഹലമായിട്ട് എനിക്കിതിനെ കാണാൻ പറ്റുന്നുള്ളൂ. അതിനപ്പുറമുള്ള ഒരു ഡയമെൻഷൻ ഇല്ല. ഇവിടെ കോടതിയിൽ ഉള്ളൊരു വിഷയമാണ്. പിന്നെ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടല്ലേ ഉള്ളൂ. ഈ പറയുന്ന മാതിരി എന്താ പറയുന്ന മന്ത്രിയുടെ രേഖാമൂലമായ നിർദ്ദേശം പ്രകാരമാണ് ഈ ഉദ്യോഗസ്ഥനത് ചെയ്തത്, അല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തിന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല, ഈ മന്ത്രിയുടെ നിർദ്ദേശം നിയമവിരുദ്ധവും ക്രമവിരുദ്ധവുമാണ് എന്ന് ഫയലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? എന്തിനാണ് ഇത്തരത്തിലുള്ളത്? അതൊരു തികച്ചും ദുരൂഹമായ ഒരു നീക്കമായിട്ടാണ് എനിക്കത് കാണാൻ പറ്റുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഇന്ന് നല്ലൊരു നീക്കമല്ല. കാരണം ഇവിടെ ഒരു പബ്ലിക്
ഞാൻ സുരേഷ് കുമാറിലേക്ക് മടങ്ങി വരാം. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഇന്ന് ഫേസ്ബുക്കിൽ വളരെ രോഷാകുലനായാണ് ഇക്കാര്യത്തിൽ താങ്കൾ പ്രതികരിച്ചത്. IASകാർക്ക് എന്താ കൊമ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. അതിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിനിഷ്ഠമായ പ്രശ്നത്തിൻ്റെ പേരിലാണോ എന്നൊരു വലിയ ചോദ്യം ഉയരുന്നുമുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് അവർക്ക് വലിയ പരാതി സർക്കാരിനെ കുറിച്ചുണ്ട് എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ വളരെ സജീവമായി വന്നുകൊണ്ടിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർക്കെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ ഒരു തരത്തിലും നടപടികൾ സ്വീകരിക്കുന്നില്ല. മറിച്ച് വിജിലൻസ് ഡയറക്ടർ IAS ഉദ്യോഗസ്ഥരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. പോൾ ആൻ്റണിയുടെ കാര്യത്തിൽ തന്നെ ഈ കേസിൽ കൊടുക്കുന്നത് വിജിലൻസിൻ്റെ നേരത്തെ പത്മകുമാറിനെ, മലബാർ സിമൻസ് MD ആയിരുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട നടപടികളെ അതിലെ തെറ്റ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോൾ ആൻ്റണി എടുത്തൊരു നിലപാടടക്കം കണ്ടുകൊണ്ടാണ് വിജിലൻസ് ഇങ്ങനെ നീങ്ങുന്നതാണെന്ന് അവരുടെ പരാതി. വിജിലൻസ് ഡയറക്ടർക്കെതിരായ നിരവധിയായ ആരോപണങ്ങളിൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചിട്ടുള്ള ആളാണ് വിജിലൻസ് ഡയറക്ടർ എന്ന പരാതി അവർക്കുണ്ട് എന്ന വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു. ഇതെല്ലാം നിൽക്കെ സർക്കാർ ഇവരുടെ പരാതികൾ പരിഗണിക്കുന്നില്ല, അവരുടെ പരാതികൾക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വിജിലൻസ് ഡയറക്ടറെ അങ്ങനെ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന ഒരു പൊതുവികാരം ഇവരിൽ പടർന്നിരിക്കുകയും ചെയ്യുന്നു. ഇത് അസാധാരണമായൊരു സാഹചര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പിഴവിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിൽ തന്നെയല്ലേ? അല്ല, ഇവിടെ അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥന്മാരാണ് വിജിലൻസ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്. വിജിലൻസിനൊരു പരാതി വിജിലൻസ് ഡയറക്ടർക്ക് തന്നെ കിട്ടണമെന്നില്ല. ഒരു കോടതി മുമ്പാകെ പരാതി വന്നാലും കോടതി സ്വാഭാവികമായിട്ടും ദ്രുത പരിശോധനയ്ക്ക് വേണ്ടി ഉത്തരവിടും. അങ്ങനെ ഉത്തരവിട്ട 42 ദിവസത്തിനുള്ളിൽ തന്നെ ആ പരിശോധന പൂർത്തിയാക്കണം. ഒരു സംശയത്തിൻ്റെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും FIR ഇടും. FIR ഇട്ടാൽ തന്നെയും അത് തുടരന്വേഷണം നടത്തി പൂർത്തിയാകുമ്പോൾ അത് കേസ് ചാർജ് ചെയ്യണമെന്നില്ല. കേസ് ചാർജ് ചെയ്യാൻ തന്നെ ശിക്ഷിക്കപ്പെടുന്നത് വളരെ കുറവാണ്. അപ്പോൾ FIR ഇട്ടതിൻ്റെ പേരിൽ വരണ്ട് ഇത് തങ്ങളെ എന്തോ ക്രൂശിക്കാൻ പോകുന്നു എന്ന, തങ്ങളെ മൊത്തം IAS സമൂഹത്തെ മുഴുവൻ എന്തോ പ്രതിക്കൂട്ടിൽ നിർത്താൻ പോകുന്നു എന്ന ഒരു വിഭ്രാന്തി ഉണ്ടാക്കി. തീർച്ചയായും അവരുടെ വാദഗതിയെക്കുറിച്ച് കൂടി ശ്രീ ചെറിയാൻ ഫിലിപ്പ് അത് കാണണ്ടേ? അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള വലിയ ആവലാതികൾ സർക്കാരിനോടല്ലാതെ മുഖ്യമന്ത്രിയോടല്ലാതെ ആരോട് പറയും? സർക്കാർ അവഗണിക്കുന്നു എന്നുള്ളതാണല്ലോ അവരുടെ പരാതി. അല്ല, അവർക്ക് പരാതി പറയാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് പറയാമല്ലോ. ആ മുഖ്യമന്ത്രിയോട് പറയുന്നതിന് പകരം അവർ യോഗം വിളിച്ചു കൂട്ടിയിട്ട് സമരം ചെയ്യുമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയല്ല, ഗവൺമെൻറ്റിനെ തന്നെ, ഭരണവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് ഓലപ്പാമ്പ് കാട്ടി ഞങ്ങൾ ഇത് ഭരണം സ്തംഭിപ്പിച്ച് കളയും എന്ന് പറയുന്നത് ഈ നാട്ടിൽ നടപ്പുള്ള കാര്യമാണോ? IASകാരുടെ ധാരണ IASകാരല്ലെങ്കിൽ ഭരണം നടക്കില്ലെന്നാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഇമ്പീരിയൽ സിവിൽ സർവീസിൻ്റെ പിന്തുടർച്ചയായിട്ട് ആ പ്രേതം ആവാഹിച്ച് കിടക്കുന്ന കുറേ ആളുകൾക്ക് ഒരു ധാർഷ്ട്യമുണ്ട്. തങ്ങളാണ് ഭരണകർത്താക്കൾ. ഈ പറയുന്ന തെരഞ്ഞെടുത്ത് വന്ന മന്ത്രിമാരൊന്നും എക്സിക്യൂട്ടീവ് അധികാരങ്ങളില്ലാത്തവരാണ്. തങ്ങൾക്ക് എന്തോ വലിയ അധികാരമുണ്ട്, അതുകൊണ്ട് തങ്ങളില്ലെങ്കിൽ ഭൂമി ഇടിഞ്ഞു വീഴും എന്ന തെറ്റിദ്ധാരണയുള്ള കുറേ ആളുകളാണ് യോഗം ചേർന്നിട്ട് ഗവൺമെൻറ്റിനെതിരെ ഓലപ്പാമ്പ് കാട്ടുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കളുടെ ഒരു പ്രതികരണം കൂടി ഇക്കാര്യത്തിൽ അറിയേണ്ടതുകൊണ്ടാണ് ഒന്ന് ചർച്ചയിൽ തുടരണം എന്ന് അഭ്യർത്ഥിച്ചത്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നലെ നമ്മൾ ഈ വിഷയം വന്ന ഘട്ടത്തിൽ തന്നെ സംസാരിച്ചതാണ്. നിശിതമായ വിമർശനം അസോസിയേഷൻ്റെ കാര്യത്തിൽ സൂചിപ്പിച്ചതാണ്. പക്ഷേ ഇന്നടക്കം അവരുടെ ഭാഗത്തു നിന്നും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലുള്ള വലിയ പരാതികൾ കൗണ്ടറായി തന്നെ, കൗണ്ടർ കേസ് പോലെ തന്നെ അവർ പുറത്തേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. മുഖ്യമന്ത്രിയുമായുള്ള ഒരു ചർച്ച, മുഖ്യമന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും ചില ഉറപ്പുകൾ വാങ്ങിച്ചെടുത്ത് വിജിലൻസിനെ കുറച്ചുകൂടി നിയന്ത്രിച്ച് വിജിലൻസ് ഡയറക്ടറുടെ കാര്യത്തിൽ ഒരു സമ്മർദ്ദം സർക്കാരിൽ സൃഷ്ടിക്കാനായാൽ ഒരുപക്ഷേ ഈ കൂട്ട അവധി തന്നെ ഒരുപക്ഷെ മാറിയേക്കാം. ആ നിലയ്ക്കൊക്കെയുള്ളൊരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ നാളെ? ഞാൻ അങ്ങനെ ഒരു സാധ്യതയും കാണുന്നില്ല. ഞാൻ പറയട്ടെ, IASകാരെക്കാളും എത്രയോ അധികം ഈ വിജിലൻസ് ഡയറക്ടറെ കുറിച്ച് പരാതി ഉണ്ടാകേണ്ട ആളാണ് മുഖ്യമന്ത്രി. ഇവിടെ ഒന്നാം പ്രതിയായിട്ട് നിൽക്കുന്ന ആരാണ്? പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. രണ്ടാം പ്രതിയായിട്ട് നിൽക്കുന്ന ആരാണ്? മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ മകനാണ്. CPMകാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടോ? മുഖ്യമന്ത്രിക്ക് പരാതി ഉണ്ടോ? ആർക്കെങ്കിലും പരാതി ഈ നിമിഷം വരെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു CPMകാരൻ ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇവരുടെ തെറ്റ് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ജയരാജന് രാജിവെക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് സുധീർ നമ്പ്യാർക്ക് സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റാതെ പോയത്. ഇവിടെ പോൾ ആൻ്റണി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സത്യസന്ധനാണെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, ആയിരിക്കാം അല്ലായിരിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് FIRൽ വന്നു എന്ന കാരണത്തിൻ്റെ പേരിൽ നാളെ മൊത്തം ഭരണം സ്തംഭിപ്പിക്കാൻ വേണ്ടി എല്ലാ IASകാരും ഒറ്റയടിക്ക് ലീവ് എടുക്കുകയാണ്. ഈ ലീവ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുതരം സമരമാണ്, നോട്ടീസ് ഇല്ലാത്ത സമരമാണ്. ഒരു വ്യവസായ സ്ഥാപനത്തിൽ സമരം ചെയ്യണമെങ്കിൽ നിങ്ങൾ 15 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം, അറിയോ? ഇവിടെ 15 ദിവസം നോട്ടീസ് പോലും ഇല്ലാതെ ഈ IASകാരെന്ന് പറയുന്ന പുങ്കവന്മാർ ലീവ് എടുക്കുകയാണ്. ഇത് സർക്കാരിൻ്റെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് സർക്കാരിൻ്റെ ബന്ദിയാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഈ IASകാരെന്ന് പറഞ്ഞ പുങ്കവന്മാർ നടത്തിയിട്ടുള്ളത്. അവരാരും നിയമം അറിയാത്തവരൊന്നുമല്ല. FIRൽ പേര് വന്നുകൊണ്ട് ഒരാളെ തൂക്കിക്കൊന്നായിട്ട് ഇതുവരെ കേട്ടില്ല.
ത്വരിത പരിശോധന നടത്തി, ചില തെളിവുകൾ കിട്ടി, ഒരു FIR അഡ്വക്കേറ്റ് ജയശങ്കർ, നേരത്തെ ഇനി സുരേഷ് കുമാർ പറഞ്ഞ അന്വേഷണത്തിൽ വളരെ ഇയാൾ ശ്രദ്ധേയമായ ഒരു പ്രതിയല്ല, കാര്യമുണ്ട്. നിരപരാധിയാണെന്ന് അഡീഷണൽ കണ്ടാൽ ചീഫ് പോലീസ് സെക്രട്ടറിയുടെയൊക്കെ പദവിയിൽ നിൽക്കുന്ന വിരമിക്കാറായ ഉദ്യോഗസ്ഥർ, അഡ്വക്കേറ്റ് ജയശങ്കർ, വിരമിക്കാറായ ഉദ്യോഗസ്ഥർ ഈ കേസിന്റെ തുടർച്ചയിൽ സസ്പെൻഷൻ പോലെയുള്ള നടപടികൾ നേരിട്ടേക്കാമെന്നൊരു ഭയം യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞതുപോലെയുള്ള വലിയ നീക്കങ്ങൾക്ക് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. ഒരിക്കലുമില്ല. ഇവിടെ സത്യസന്ധരായി എന്തുമാത്രം ഉദ്യോഗസ്ഥരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? IAS സുരേഷ് കുമാർ അടക്കം. ഞാൻ അദ്ദേഹത്തെ ഈ ചർച്ചയിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് ശരിയല്ല. രാജു നാരായണസ്വാമി എന്തൊക്കെ തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ IAS പുല്ലന്മാർ ഒരു സമരവും നടത്തിയില്ലല്ലോ. ഇവരെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ലോക കള്ളന്മാരാണ് ഇതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ. ഞാൻ വേണമെങ്കിൽ പേരെടുത്ത് പറയാം. ടോം ജോസ്, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തെ കരിമ്പുള്ളി കുത്തി കഴുത്തപ്പുറത്ത് കയറ്റി നാട് കടത്തപ്പെടേണ്ട ആളാണ്. ഈ സിവിൽ സർവീസിൽ ഒരു നിമിഷം പോലും തുടരാൻ യോഗ്യതയില്ലാത്ത ആളാണ്. ഇവനെ പോലെയുള്ള പുല്ലന്മാരാണ് ഈ സമരത്തിന് ചുക്കാൻ പിടിക്കുന്നത്. പോൾ ആൻ്റണി ഒരു നിമിത്തമാണ്. പോൾ ആൻ്റണിയെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ കേരളത്തിലെ മൊത്തം ജനങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. പോത്തിനെ ചാരി എരുമയെ തെല്ലുന്ന പരിപാടിയാണ് അവരെടുത്തിട്ടുള്ളത്. ഇതൊക്കെ പൊട്ടന്മാരൊന്നുമല്ല ഈ നാട്ടിലെ ആളുകൾ. എന്താ ഈ പറഞ്ഞത്? റൈറ്റ്. ഏതായാലും അഡ്വക്കേറ്റ് ജയശങ്കർ, വളരെയധികം നന്ദി. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് തന്നെയാണ്. ശ്രീ സുരേഷ് കുമാർ, ഈ പറഞ്ഞതുപോലെ നിയമപരമായി ചട്ടപ്രകാരം ഇങ്ങനൊരു സമരത്തിലേക്കൊക്കെ പോകാനുള്ള എന്തെങ്കിലും ഒരു അർഹത, അവകാശം ഈ അസോസിയേഷന് അവകാശപ്പെടാവുന്നതാണോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഭരത് ഭൂഷൺ ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. വലിയ നിലയ്ക്ക് അത് വളർന്നു. അന്ന് എനിക്ക് തോന്നുന്നു താങ്കൾ സർവീസിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞ രാജു നാരായണസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അതുമൊക്കെ പരിഹരിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലാണ്. പക്ഷെ അന്നൊന്നും സംഭവിക്കാത്ത വിധത്തിൽ കത്ത് കൊടുത്ത് അവധിയെടുത്ത് ഓഫീസിലെത്താതെ നാളെ സമരം ചെയ്യുന്നു പറയുന്ന ഈ രീതി, അതിനേതെങ്കിലും തരത്തിലുള്ള ഒരു നിയമപരമായ ചട്ടപ്രകാരമായ അവകാശപ്പെടാനാകുമോ? ഇല്ല, അത് ധാർമ്മികമായും നിയമപരമായിട്ടും ഒരു തരത്തിലും ന്യായീകരിക്കത്തക്ക ഒരു നീക്കം അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൽ IAS ഓഫീസേഴ്സ് അസോസിയേഷൻ ആ സർവീസിനുള്ള ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുകയാണ് പബ്ലിക്കിൻ്റെ മുമ്പിൽ. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ പോൾ ആൻ്റണിയെ പോലെയുള്ള ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം ഒരു കാലത്ത് താങ്കളുടെ സഹപ്രവർത്തകരായിരുന്നല്ലോ. പോൾ ആൻ്റണിയെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ മുൻനിർത്തി ഒരു യുദ്ധം നയിക്കുകയാണോ ഈ അസോസിയേഷനും അതിലെ മറ്റാളുകളും? അങ്ങനെ ഒരു വലിയ ആരോപണമാണ് ജയശങ്കർ ഉന്നയിച്ചത്. അല്ല, ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് സീരിയസ് ആയിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇത് ഒരു തരത്തിലും ന്യായീകരിക്കത്തക്ക ഒരു നീക്കമല്ല. ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ എത്രയോ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസ് എടുത്തിട്ടുണ്ട്. എത്രയോ പേര് അതിൻ്റെ പേരിൽ സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു അന്വേഷണത്തിനെ നേരിടില്ല എന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ അതിന് അന്വേഷണം സമ്മതിക്കില്ല എന്നുള്ള തരത്തിൽ അസോസിയേഷൻ കൂടുക എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ജനപ്രതിനിധികളുടെ ഒരു കാര്യം പറയണല്ലോ. അവരെ വ്യവസ്ഥാപിതമായ രീതിയിൽ തിരഞ്ഞെടുത്ത ആ അവസ്ഥയിൽ വന്നാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഉദ്യോഗസ്ഥന്മാർ ഭരണഘടനാപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് അവർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. തീർച്ചയായും. അപ്പം അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് പബ്ലിക്കിൻ്റെ അടുത്ത്. അത് ഇങ്ങനെ തീർച്ചയായും ആ ഉത്തരവാദിത്വം ഞാൻ ഇടപെടുന്ന സമയക്കുറവുകൊണ്ടാണ്. അത്തരം ഒരു ഉത്തരവാദിത്വം മറന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണോ എന്നാണ് ചോദ്യം. ചെറിയ ഫിലിപ്പ്, താങ്കളുടെ അവസാനമായി, ഒരുപാട് മുഖ്യമന്ത്രിമാരെ വളരെ അടുത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ കണ്ടിട്ടുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കണ്ണുകളും എല്ലാ ശ്രദ്ധയും നാളെ മുഖ്യമന്ത്രിയിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയാണ് ഈ വിഷയത്തെ നേരിടാൻ പോകുന്നത്? അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ പോലെ വിജിലൻസ് ഡയറക്ടറെ കൈയൊഴിയാനാവില്ല. അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ ഇവർ ഉന്നയിക്കുന്ന വലിയ ആരോപണങ്ങളും പരാതികളെയും എങ്ങനെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഈ വലിയ സ്തംഭനത്തിലേക്ക് പോകാതെ പ്രശ്നത്തെ പരിഹരിക്കും? അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും നോട്ടവുമല്ലേ ശ്രീ ചെറിയാൻ ഫിലിപ്പ്? കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ, ഒരു കാലഘട്ടം മുഴുവൻ വേട്ടയാടിയിട്ടും തകരാത്ത ഒരു മുഖ്യമന്ത്രി ഇവിടെ ഈ IAS എന്തെങ്കിലും ഉമ്മാക്കി കാട്ടിയെന്ന് വെച്ച് നാളെ തളർന്ന് താഴെ വീഴുന്നൊന്നും കരുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ IAS ഭരണ അനിവാര്യത പോലും അല്ല. IAS ഈ ഭരണം നടക്കത്തില്ലേ? അതുകൊണ്ട് IAS ഭീഷണിക്ക് മുമ്പിൽ നാളെ, അതായത് സർക്കാർ പറയാൻ പോകുന്നത്, നിങ്ങൾ ഒരു ദിവസം വേണമെങ്കിൽ ലീവ് എടുത്ത് പോക്കോളൂ, സർക്കാർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോക്കോളാം, ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നാണോ വിശ്വസിക്കുന്നത്? ഒരു മുഖ്യമന്ത്രി അംഗീകരിക്കാൻ പറ്റില്ല. കാരണം വിജിലൻസ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു വകുപ്പാണ്. സാധാരണ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം, വേണ്ട തരത്തിൽ ഇടപെടാം എന്ന് പറയുന്ന ഒരു ഉറപ്പ്, ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയാൻ കഴിയുന്ന ഒരു അവകാശവാദം നാളെ അവരുടെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വരുമോ? അത് ഈ പറയുന്ന IAS പലർക്കും മുഖ്യമന്ത്രി മുമ്പിച്ചെന്നുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കുന്നവരാണ് IAS. അവരാരാണ് നാളെ വരാൻ പോകുന്ന പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ട് നട്ടലോട് നിർത്തിക്കാൻ കഴിയുന്ന ശ്രീ ജയശങ്കർ പറഞ്ഞ പോലെ കെൽപ്പുള്ള ഉദ്യോഗസ്ഥന്മാരൊന്നും ഇന്നത്തെ IAS ഉദ്യോഗസ്ഥന്മാരല്ല. എല്ലാവരുടെയും തലയിൽ അഴിമതിയുടെ വിഴുപ്പുപാണ്ടമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നാളെ മുഖ്യമന്ത്രി മുമ്പാൽ ചെന്ന് എന്ത് ചെയ്യാൻ പോകുന്നു? ഒന്നും ചെയ്യാൻ പോകുന്നില്ല.
താങ്കൾ പ്രതീക്ഷിക്കുന്നില്ല മാധ്യമങ്ങളിലൂടെ വന്ന ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർക്കെതിരായ റിപ്പോർട്ടുകൾ, പരാതികൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, തങ്ങൾ വേട്ടയാടപ്പെടുന്നതിനെക്കുറിച്ച് പൂർണ്ണമായി വിവരിക്കൽ, ഇതൊന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മുൻപിൽ പോയി നിന്ന് അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു സാഹചര്യവും സാധ്യതയും ഒരു പ്രതീക്ഷയും താങ്കൾക്ക് അക്കാര്യത്തിലില്ല? IASകാർക്ക് തീർച്ചയായിട്ടും അവരുടെ പരാതികൾ മുഖ്യമന്ത്രി വയ്ക്കാം. ഒരു ഭരണവ്യവസ്ഥയെ IASകാർ പറയുന്നത് കേൾക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥമാണ്. പക്ഷേ ആ കേൾക്കുന്നത് ജേക്കബ് തോമസ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. അത് രഹസ്യമായിട്ടല്ല. IASകാരുടെ മീറ്റിംഗ് കൂടിയിട്ട് ജേക്കബ് തോമസിനെതിരായിട്ട് ആരും ഇതുവരെ ഉന്നയിക്കാത്ത ഒരു വലിയ ചാർജ് ഷീറ്റാണ്. അത് നാളെ മുഖ്യമന്ത്രി അത് ഗവനിച്ചുകൊണ്ട് എന്ത് നടപടി സ്വീകരിക്കുന്നു കരുതുന്നുണ്ടോ? അപ്പം മുഖ്യമന്ത്രിയെ വിടക്കാക്കി തനിക്കാക്കാവുന്നൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അതിൻ്റെ പേരിലൊന്നും ഒരു ഭരണസമ്പൂർണ്ണം ഉണ്ടാകാൻ പോകുന്നില്ല. ശ്രീ സുരേഷ് കുമാർ, ഈ പറഞ്ഞ ഒറ്റ വാചകത്തിൽ ജേക്കബ് തോമസിനെ ടാർഗറ്റ് ചെയ്തുള്ള നീക്കം അത് ഫലത്തിലെത്തിക്കാൻ ഇവരെ കൊണ്ടാകുമോ? അല്ല, ജേക്കബ് തോമസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള നീക്കം തന്നെയാണ് ഈ അസോസിയേഷൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെ നമുക്ക് ഒരു സംശയത്തോടെ നോക്കേണ്ടി വരുന്നത്. കാരണം എന്തിനാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മോഷ്ടാവ് പറയാണ് എന്നെക്കെതിരെ കേസെടുക്കരുത്, കാരണം ഈ SIക്കെതിരെ പണ്ടെന്തോ കേട്ടിട്ടുണ്ട്, വേറൊരു SI വരില്ലേ? ഈ ജേക്കബ് തോമസിനെ മാറ്റിയാലും ഈ FIR രജിസ്റ്റർ ചെയ്തത് അവിടെ തന്നെ നിൽക്കില്ലേ? വേറൊരാൾ വന്നാൽ അതിനെയും പ്രഷറൈസ് ചെയ്യാമെന്നാണോ ഇവർ പറയുന്നത്? അപ്പോൾ ഇത് ഒരു നിയമവ്യവസ്ഥയുടെ വിഷയമാണ്. അതിന് നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനത്തിൻ്റെ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഇവിടെ. അപ്പോൾ ഇത് ഒരു കാരണത്തിലാവശാലും ന്യായീകരിക്കത്ത ഒരു നീക്കമല്ല എന്ന് അതിലാണ് തീർച്ചയായും. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം എല്ലാ കോണുകളിൽ നിന്നും ഏറ്റുവാങ്ങുന്ന ഒരു തീരുമാനത്തിനാണ് IAS അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നാളെ കൂട്ട അവധിയെടുത്ത് 60-ൽ പരം ആളുകളാണ് ഇപ്പോൾ അവധിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിലവർ ഉറച്ചു നിൽക്കുമോ? മുഖ്യമന്ത്രിയെ നാളെ കാണുമെന്ന് പറയുമ്പോൾ ശ്രീ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതുപോലെ മുട്ടുവിറയ്ക്കാതെ തങ്ങളുടെ വസ്തുനിഷ്ഠമായ സത്യസന്ധമായ ആരോപണങ്ങളും പ്രശ്നങ്ങളും ആവലാതികളും ഉണ്ട് എങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ ഇവരെ കൊണ്ടാകുമോ? വിജിലൻസിനെ മൂക്കുകയറിയിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുമോ? സർക്കാർ എങ്ങനെ ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നു? വളരെ നിർണായകമായ ഉത്തരങ്ങളാണ് നാളത്തെ ഒരു പകൽ കേരളം തേടാൻ പോകുന്നത്. വളരെ അത്യപൂർവമായ ഒരു സമരത്തിന്, ഒരു നീക്കത്തിനാണ് കേരളം നാളെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി ശ്രീ സുരേഷ് കുമാർ, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, അഡ്വക്കേറ്റ് ജയശങ്കർ ഞങ്ങളോട് സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. നമസ്കാരം.